السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ നിഅമത്തിന്റെ ഭാഗമാണ് അവന്റെ ദീനിനെ സംബന്ധിച്ച് സംസാരിക്കുക, അത് കേൾക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതൊക്കെ. ദീനി പഠനം അല്ലാഹു നമുക്ക് ആരാധനാ കർമ്മമായി, ഒരു ഇബാദത്തായി നിശ്ചയിച്ച വിഷയമാണ്. ഏതൊരു ഇബാദത്ത് നമ്മുടേത് ശരിയാവണമെങ്കിലും അത് നിസ്കാരമായാലും നോമ്പായാലും സക്കാത്തായാലും വുളൂ ചെയ്യുന്നതായാലും ഒക്കെ അതിന് നിയ്യത്ത് വേണം എന്നുള്ളത് നമുക്കറിയാം. നിയ്യത്തില്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം സ്വഹീഹല്ല. നിയ്യത്തില്ലാതെ ഒരാൾ വുളൂ ചെയ്താൽ അയാളുടെ വുളൂ സ്വഹീഹല്ല എന്നൊക്കെ പറയുന്ന പോലെയാണ്, ഇൽമിൻ്റെ സദസ്സിൽ നിയ്യത്തില്ലാതെ പങ്കെടുത്താൽ അയാൾക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല. അതുകൊണ്ട് ഇത് റബ്ബേ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഇബാദത്താണ് എന്ന നിയ്യത്തോടുകൂടി ഇതെന്നിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കണം എന്ന പ്രാർത്ഥനയോടുകൂടിയാവണം ഇതടക്കമുള്ള ഏത് ഇൽമിൻ്റെ സദസ്സിലും നമ്മൾ പങ്കുചേരേണ്ടത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ സംസാരത്തിൽ പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റമളാനും തമ്മിലുള്ള ഒരു ബന്ധം സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. എൻ്റെ സംസാരത്തിൽ അതല്ലെങ്കിൽ റമളാനിനെ കുറിച്ചുള്ള, റമളാനിന് സ്വാഗതമോതുന്ന പ്രഭാഷണത്തിൽ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുകയില്ല. ആ ഒരു ഭാഗമാണ് കഴിഞ്ഞ സംസാരത്തിൽ ബഹുമാന്യനായ ഷാക്കിർ സ്വലാഹി ഉൾക്കൊള്ളിച്ചത്. അതിലേക്കൊരു അടിക്കുറിപ്പോടുകൂടി ഞാൻ എൻ്റെ സംസാരം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് അത് അല്ലാഹുവിൻ്റെ കലാമാകുന്നു എന്നാണ്. എന്താണ് അല്ലാഹുവിൻ്റെ കലാം എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിൻ്റെ സംസാരം. കലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംസാരമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതാണ് വിശുദ്ധ ഖുർആൻ. ആരോടാണ് അല്ലാഹു സംസാരിച്ചത്?
ഈ ലോകത്തുള്ള മനുഷ്യന്മാരോടാണ് അള്ളാഹു സംസാരിച്ചത്. ആ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മാത്രമല്ല ഉൾപ്പെടുന്നത്. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യനായി പിറന്ന എല്ലാവരും മനുഷ്യൻ എന്ന പരാമർശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ അതിൽ വ്യത്യാസമില്ല. മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ അതിൽ വ്യത്യാസമില്ല. ഏത് നാട്ടുകാരൻ എന്നത് അതിൽ വ്യത്യാസമില്ല. അറബിയാവട്ടെ അനറബിയാവട്ടെ, ലോകത്തുള്ള സകല മനുഷ്യന്മാരോടുമുള്ള അള്ളാഹുവിൻ്റെ സംസാരമാണ് വിശുദ്ധ ഖുർആൻ. നമ്മുടെ വീടുകളിൽ അലമാരയിൽ നാം സൂക്ഷിച്ച, മദ്രസ പഠന സമയത്ത് നമ്മുടെ കുട്ടികൾ പാരായണം ചെയ്ത് പഠിക്കുന്ന, മനഃപ്പാഠമാക്കുന്ന, ഒരു വേള പരിശുദ്ധ റമദാനിൽ നാം ഒരു ഖതമെങ്കിലും തീർക്കാൻ പരിശ്രമിക്കുന്ന ആ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് എൻ്റെ റബ്ബ് എന്നോട് സംസാരിച്ച വിഷയങ്ങളാണ്. എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്ന കാര്യമാണ് അലമാരയിൽ ഇരിക്കുന്നത്. സഹോദരങ്ങളെ, എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്ന ആ സംസാരത്തിലേക്ക് ഞാൻ ചെവി കൊടുത്തിട്ടുണ്ടോ? എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ റബ്ബ് എന്നോട് സംസാരിച്ചത് എന്ന് നമുക്ക് പറയാനൊക്കുമോ? സൂറത്തുൽ ഫാത്തിഹയിൽ എൻ്റെ റബ്ബ് എന്നോട് എന്തെല്ലാം വിഷയത്തിൽ സംസാരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? സൂറത്തുൽ ബഖറയിൽ അള്ളാഹു എന്നോട് സംസാരിച്ച വിഷയങ്ങൾ എന്തൊക്കെ? സൂറത്തു ആലി ഇമ്രാനിൽ എൻ്റെ റബ്ബ് എന്നോട് സംസാരിച്ച വിഷയങ്ങൾ എന്തൊക്കെ? ഓരോ സൂറത്തിലും എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയങ്ങൾ എന്തൊക്കെ? എന്തെല്ലാം ഉപദേശങ്ങൾ എൻ്റെ റബ്ബ് എനിക്ക് നൽകി, എന്തെല്ലാം വിധികൾ എന്നോട് എൻ്റെ റബ്ബ് നിർദ്ദേശിച്ചു, എന്തെല്ലാം വിലക്കുകൾ എൻ്റെ റബ്ബ് എന്നോട് ഓർമ്മിപ്പിച്ചു, എൻ്റെ റബ്ബ് എന്തെല്ലാം കഥകൾ എന്നോട് സൂചിപ്പിച്ചു, എന്തെല്ലാം പ്രവചനങ്ങളാണ് എൻ്റെ റബ്ബ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നീ ചോദ്യങ്ങൾക്ക് നമ്മുടെ മുമ്പിലുള്ള ഉത്തരം എന്താണ്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ളതാണ്. ആ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നിസ്കാരത്തിലും നിസ്കാരത്തിൻ്റെ പുറത്തുമുണ്ട്. അർത്ഥമറിയാതെ തന്നെ പാരായണം ചെയ്താൽ പ്രതിഫലം നൽകപ്പെടുന്ന ഇബാദത്താണ് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം എന്ന് പറയുന്നത്. ഹദീസ് ഓതിയാൽ ഓത്തിന് കൂലിയില്ല. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദിക്ർ ചൊല്ലിയാൽ ആ ദിക്റിൻ്റെ അക്ഷരങ്ങൾക്ക് പ്രതിഫലമില്ല. അതേ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്താൽ ഓരോ അക്ഷരത്തിന് 10 പ്രതിഫലമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിലപ്പുറം എൻ്റെ റബ്ബിൻ്റെ സംസാരമാണ്, എന്നോടുള്ള സംസാരമാണ്. എൻ്റെ റബ്ബ് എന്നോട് കഥകൾ പറയുന്നു, എന്നോട് ഉപദേശങ്ങൾ നൽകുന്നു, എനിക്ക് വിധികൾ നൽകുന്നു, വിലക്കുകൾ എന്നോട് ഓർമ്മപ്പെടുത്തുന്നു, എന്നോട് സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നു, നരകത്തെക്കുറിച്ച് റബ്ബ് എന്നോട് താക്കീത് ചെയ്യുന്നു. പക്ഷേ അത് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല, അതിലേക്ക് ഇന്ന് വരെ ഞാൻ ശ്രദ്ധ കൊടുത്തിട്ടില്ല, അതിലേക്ക് ഇന്ന് വരെ ഞാൻ ചെവി കൊടുത്തിട്ടില്ല എന്നാണ് നമ്മുടെയൊക്കെ ഉത്തരമെങ്കിൽ ആ ഉത്തരം ഇന്ന് ഈ റമദാനോടുകൂടി നാം തിരുത്തണം. ഈ ഒരു ആമുഖം നമ്മൾ പ്രത്യേകം ഓർമ്മിച്ച് വെക്കണം. അള്ളാഹു നമ്മളോട് സംസാരിച്ചിട്ട് ആ സംസാരത്തെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഗൗരവപ്പെട്ട വിഷയമാണ്. എൻ്റെ റബ്ബ് എന്നോട് സ്വർഗത്തെക്കുറിച്ച് സന്തോഷം പറഞ്ഞിട്ട് ആ ആയത്തോടിയിട്ട് ഒരു നിർവികാരമായി, ഒരു വൈകാരമില്ലാതെ, ഒരു പ്രത്യേക സന്തോഷമില്ലാതെ സ്വർഗത്തെക്കുറിച്ച് ഒരു ആയത്തിങ്ങനെ നാം ഓതുന്നു. ആ ഓതിയിട്ട് സ്വർഗത്തെക്കുറിച്ച് പറയുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സന്തോഷം തോന്നുക. നരകത്തെക്കുറിച്ചല്ല പറഞ്ഞ ആയത്തുകൾ ഞാൻ ഇങ്ങനെ ഓതുമ്പോൾ എനിക്ക് പ്രത്യേകം ഒരു വികാരമില്ല, പ്രത്യേകം ഒരു ഭയം വരുന്നില്ല, എനിക്ക് പ്രത്യേകമായ ഒരു അവസ്ഥ കടന്നു വരുന്നില്ല. എല്ലാ ആയത്തും എൻ്റെ മുമ്പിൽ ഒരുപോലെയാണ് എന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മോശത്തരണ്ടല്ലോ. നമ്മളോട് നമ്മളെ വാപ്പ ഒരു കാര്യമായിട്ട് ഉപദേശിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് മുഖഭാവമില്ല, ഒരു ഭയമില്ല, ആ ബാപ്പനും അനുസരിക്കണം എന്നുള്ള ഒരു പ്രകടനം മുഖത്ത് പോലും ഇല്ലെങ്കിൽ എന്താ അപ്പം അതിൻ്റെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കിൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തിലേക്ക് അള്ളാഹു അവതരിപ്പിച്ച് നമ്മോട് സംസാരിച്ച വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് വളരെ സന്തോഷത്തോടെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട്
ആ ആയത്ത് അങ്ങനെ ഓതി കടന്നു പോയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു ഫീലിംഗ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതൊരു മോശമാണല്ലോ. അള്ളാഹ് നരകത്തെക്കുറിച്ച് നമ്മളെ പേടിപ്പിക്കുകയാണ്. അങ്ങനെ പേടിപ്പിച്ചിട്ട് എനിക്ക് പേടിയൊന്നും തോന്നണില്ല, അതുകൊണ്ട് എൻ്റെ ശബ്ദം ഒന്ന് ഇടറുകയോ എൻ്റെ മുഖഭാവം ഒന്ന് മാറുകയോ എൻ്റെ കണ്ണൊന്ന് ഭയന്ന് ചുവക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ എത്ര മോശമാണത്, എത്ര റബ്ബിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ കേവല പാരായണം അതൊരു വഴിക്ക് തുടരുമ്പോൾ തന്നെയും അതിൻ്റെ അർത്ഥവും ആശയവും അറിയാനുള്ള പരിശ്രമം നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. തുടങ്ങിയവർ തുടരേണ്ടതുണ്ട്, തുടരുന്നവർ അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഇന്നത്തെ വിഷയം പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ടാണ്. ഈ പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട്. റമളാനിനെ കുറിച്ച് നമ്മുടെ ഉസ്താദുമാര് നമ്മോട് സംസാരിച്ചിട്ടുണ്ട്, റമളാനിനെ കുറിച്ച് നാട്ടുകാർ സംസാരിച്ചിട്ടുണ്ട്, റമളാനിനെ കുറിച്ച് വീട്ടുകാർ സംസാരിച്ചിട്ടുണ്ട്. റമളാനാണ് വരുന്നത്, നനച്ചുകുളി നടത്തണം. റമളാനാണ് വരുന്നത്, ഹോട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സാധാ പോലെ ഹോട്ടൽ പ്രവർത്തിക്കാൻ പറ്റൂല, ഇന്ന് പുതിയ പൊരിക്കടി ഏതാണ് പുറത്തെടുക്കേണ്ടത്? അങ്ങനെ പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ. റമളാനാണ് വരേണ്ടത്, ഡോക്ടറെ കാണണം, മരുന്ന് മാറ്റി എഴുതിക്കണം. അങ്ങനെ പല രൂപത്തിൽ റമളാനിനെ കുറിച്ച് ചെറിയ കുട്ടികളും മുതിർന്നവരും ബിസിനസ്സുകാരും കച്ചവടക്കാരും നാട്ടുകാരും ഉസ്താദുമാരും പിരിവുകാരും നമ്മോട് പല പല കാര്യങ്ങളിലായിക്കൊണ്ട് റമളാനിനെ കുറിച്ച് സംസാരിച്ചിരിക്കുമ്പോൾ ആ റമളാനിനെ കുറിച്ച്, റമളാനിലുള്ള പരിശുദ്ധ നോമ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംസാരിച്ചതിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടോ? ആ പരിശുദ്ധമായ ഖുർആനിൽ റമളാനിനെ കുറിച്ച്, റമളാനിൽ നാം നിർവഹിക്കേണ്ട വൈവിധ്യങ്ങളാർന്ന ഇബാദത്തുകളെ കുറിച്ച്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നോമ്പിനെ കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംസാരിച്ച, നമുക്ക് വിധികൾ പറഞ്ഞു തന്ന, നമുക്ക് വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള, മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്തേത്, സൂറത്തേത് എന്ന് നാം ചോദിക്കപ്പെട്ടാൽ, നമ്മോട് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അൽഹംദുലില്ലാഹ്. കഴിയില്ലേ, അത് ഇന്ന് നമ്മൾ പഠിച്ചോളണം. അപ്പോൾ പരിശുദ്ധ റമളാനിനെ കുറിച്ച്, ആ റമളാനിൽ നാം നിർവഹിക്കേണ്ട നോമ്പ്, ആ റമളാനിൽ നാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച്, ആ റമളാനിൽ ഞാൻ അത്താഴം കഴിക്കുന്നതിനെക്കുറിച്ച്, ആ റമളാനിൽ ഞാൻ ഇഅ്തികാഫിരിക്കുന്നതിനെക്കുറിച്ച്, ഇതൊക്കെ ഇങ്ങനെ ഉസ്താദുമാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ആളുകൾ പരസ്പരം ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ അള്ളാഹു ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കേട്ടത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് ഈ വിഷയത്തിലൊക്കെ റബ്ബനോട് സംസാരിച്ചത്? എന്താണ് ഈ വിഷയത്തിൽ അള്ളാഹു എനിക്ക് പ്രത്യേകം നിർദ്ദേശങ്ങൾ നൽകിയത്? അതിനെക്കുറിച്ച് നാം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ റമളാനിനെ കുറിച്ച് മാത്രം നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട, അതിലേക്ക് പരിമിതപ്പെടുത്തണ്ട. നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ ഞാൻ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ട്, നിസ്കാരത്തിൽ ഞാൻ റുക്കൂ ചെയ്യുന്നുണ്ട്, നിസ്കാരത്തിൽ ഞാൻ സുജൂദ് ചെയ്യുന്നുണ്ട്, ആ സുജൂദിൽ ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ നിസ്കാരത്തിൽ വ്യത്യസ്തങ്ങളായ കർമ്മങ്ങൾ ഞാൻ നിർവഹിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിലൂടെ എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് അറിയുമ്പോഴാണ്, അള്ളാനെ അറിഞ്ഞ, അള്ളാഹുവിനെ കേട്ട, അള്ളാന്റെ നിർദ്ദേശങ്ങളെ ശ്രദ്ധിച്ചിട്ടുള്ള, പരിഗണിച്ചിട്ടുള്ള ഒരു സമ്പൂർണ്ണ മുസ്ലിമിൻ്റെ മർത്തബയിലേക്ക് നാം ഉയരുകയുള്ളൂ. സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ വിവാഹം നടക്കാറുണ്ട്, നിക്കാഹ് നടക്കാറുണ്ട്. ഇന്ന് പല തോന്നിവാസങ്ങൾക്കും വേദിയായിക്കൊണ്ടിരിക്കുന്ന നിക്കാഹിനെ കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, വിവാഹ സൽക്കാരത്തെക്കുറിച്ച്, ആ വിവാഹവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളെക്കുറിച്ച് എൻ്റെ റബ്ബ് എന്താണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്,
അങ്ങനെ മുസ്ലിം എന്ന നിലക്ക് ഞാൻ ജീവിക്കുമ്പോൾ കണ്ണ് തുറന്ന് എഴുന്നേറ്റിരുന്നത് മുതൽക്ക് പിന്നീട് വീണ്ടും ഉറങ്ങാൻ കിടക്കുന്നത് വരെ അയൽപ്പക്കക്കാരെ കാണുമ്പോൾ, കുടുംബക്കാരെ കാണുമ്പോൾ, ഭാര്യയെ കാണുമ്പോൾ, മക്കളെ കാണുമ്പോൾ, ജോലിക്ക് പോയാൽ, പഠനത്തിന് പോയാൽ, പഠന മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോൾ, സമ്പാദന മേഖല തിരഞ്ഞെടുക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ, വണ്ടിയിൽ പോകുമ്പോൾ, മറ്റൊരു വണ്ടിയിൽ കയറിപ്പോകുമ്പോൾ, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ബന്ധപ്പെടുന്ന ഏതേത് മേഖലകളിലും എൻ്റെ റബ്ബെനിക്ക് നൽകിയ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുണ്ട്. അത് നാം പ്രത്യേകം പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇസ്ലാമിലേക്ക് നാം കൂടുതൽ അടുക്കുകയുള്ളൂ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനാവുകയുള്ളൂ. അതിന് നാം പ്രത്യേകം പരിശ്രമങ്ങളും പ്ലാനുകളും ടൈം ടേബിളുകളുമൊക്കെ ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ആരംഭിക്കണമെന്ന് ഞാൻ ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിനെ കുറിച്ച്, ആ റമദാനിലെ നോമ്പിനെ കുറിച്ചും അതിൽ നമുക്ക് നിർവഹിക്കാവുന്ന മറ്റനേകം ഇബാദത്തുകളെ കുറിച്ചും നമുക്കറിയാമല്ലോ. പരിശുദ്ധ റമദാനിൽ നാം നിർബന്ധമായി ചെയ്യേണ്ട ആരാധനാ കർമ്മമേതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒന്നേയുള്ളൂ, അത് പരിശുദ്ധമായ നോമ്പാണ്. ആ പരിശുദ്ധമായ നോമ്പ് എന്നത് നമുക്ക് റമദാനിൽ ഫർളാണ്. ആ റമദാനിൽ നോമ്പെടുക്കാതിരിക്കുന്നത് കുറ്റകരമാണ്. കാരണം ഫർള് ഉപേക്ഷിക്കുന്നത് അവന് ശിക്ഷക്കുള്ള ഹേതുവാണ്, ശിക്ഷക്കുള്ള കാരണമാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ ആരോഗ്യമുള്ള നാട്ടിൽ താമസിക്കുന്ന ഒരു മുസ്ലിമും, അതാണാവട്ടെ പെണ്ണാവട്ടെ, അവന് നോമ്പുപേക്ഷിക്കാൻ പാടുള്ളതല്ല, നോമ്പൊഴിവാക്കാൻ പാടുള്ളതല്ല. ആ റമദാനിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റു ഇബാദത്തുകളുണ്ട്. അതിൽപ്പെട്ടതാണ് രാത്രി നിസ്കാരം, അതിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, അതിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആനിൻ്റെ പഠനം, അതിൽപ്പെട്ടതാണ് പ്രാർത്ഥന അധികരിപ്പിക്കൽ, അതിൽപ്പെട്ടതാണ് സ്വദഖ അധികരിപ്പിക്കൽ, അതിൽപ്പെട്ടതാണ് റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ ഇഅ്തികാഫിരിക്കൽ. ഇതൊക്കെ പരിശുദ്ധ റമദാനിനെ സംബന്ധിക്കുന്ന അതിൻ്റെ ദിനരാത്രങ്ങളിൽ നമുക്ക് ചെയ്യാൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം സൂചിപ്പിച്ച ഇബാദത്തുകളാണ്. ആ ഇബാദത്തുകളിൽ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹ് യഥാ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ, ഓർത്തു വെച്ചോളണം, സൂറത്തുൽ ബഖറ രണ്ടാമത്തെ സൂറത്താണ്. ആ സൂറത്തുൽ ബഖറയുടെ 183-ാമത്തെ ആയത്ത് മുതൽ 186-ാമത്തെ ആയത്ത് വരെ റമദാനിനെ കുറിച്ച്, റമദാനിലെ നോമ്പിനെ കുറിച്ച്, അതിന് പുറമെയുള്ള ഇബാദത്തുകളെ കുറിച്ച് അല്ലാഹ് ചിലതൊക്കെ വിശദമാക്കുന്നു, ചിലത് സൂചന നൽകുന്നു. അങ്ങനെ അല്ലാഹു നോമ്പിനെ കുറിച്ചും റമദാനിനെ കുറിച്ചുമൊക്കെ സൂറത്തുൽ ബഖറയിൽ നമ്മോട് സംസാരിക്കുന്നു. ഇത് നാം അറിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ ഇന്ന് നാം അതറിഞ്ഞു. ആ സൂറത്തോർത്ത് വെക്കണം, ആയത്തോർത്ത് വെക്കണം. വീട്ടിൽ പോയി പരിഭാഷ ലഭിക്കുന്ന ഏതാണോ കിതാബെങ്കിൽ അത് മറച്ചു നോക്കിയിട്ട് എൻ്റെ റബ്ബ് നോമ്പിനെ കുറിച്ച് റമദാനിനെ കുറിച്ച് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നാം പ്രത്യേകം പാരായണം ചെയ്ത് മനസ്സിലാക്കണം. സഹോദരങ്ങളെ, 183-ാമത്തെ ആയത്താണ് ഇന്നത്തെ എൻ്റെ വിഷയത്തിൻ്റെ മർമ്മം. ആ ആയത്തിൽ അല്ലാഹ് നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നോ, യാ അയ്യുഹല്ലദീന ആമനൂ. ആ നോമ്പിനെ കുറിച്ചല്ല പരാമർശിക്കുന്നിടത്തല്ല ആരംഭിക്കുന്നത് അപ്രകാരമാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഇതാണ് നോമ്പിനെ കുറിച്ചല്ല പരാമർശം ആരംഭിച്ചിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന വിളിയോടുകൂടിയാണ്, എന്ന അഭിസംബോധനയോടുകൂടിയാണ് അല്ലാഹ് നോമ്പിനെ കുറിച്ചുള്ള മതവിധികൾ പരാമർശിക്കുന്നത്. എന്താണ് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞാൽ? സത്യവിശ്വാസികളെ. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന വിളി അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ വിളിക്കുന്നുണ്ട്.
ആ വിളിയുടെ ഉദ്ദേശം എന്താണെന്നോ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒരു വിളിയങ്ങ് വിളിച്ചാൽ ആ വിളിയുടെ ഉദ്ദേശം ആ വിളിയുടെ ഉദ്ദേശം അതിലാരാണോ ഉൾക്കൊണ്ടിട്ടുള്ളത്, ആരെയാണോ അല്ലാഹു വിളിച്ചിട്ടുള്ളത്, അവര് ചെവി കൊടുത്തിട്ടേ കാര്യമുള്ളൂ, അവരിനി പറയുന്നത് കേട്ടിട്ടേ ഫലമുള്ളൂ, അല്ലാത്തവൻ കേട്ടിട്ട് കാര്യമില്ല എന്നുള്ളിടത്താണ് അല്ലാഹുവിൻ്റെ വിളി. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. അഥവാ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു ഒരു വിളി വിളിക്കുന്നുണ്ട്. ഏതാണ് ആ വിളിയെന്നോ? യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന ഒരു വിളി സൂറത്തുൽ ബഖറയുടെ തന്നെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു വിളിക്കുന്നുണ്ട്. അതേ ജനങ്ങളെ എന്നാണ്. ആ ജനങ്ങളെ എന്ന വിളിയിൽ ആരൊക്കെ ഉൾക്കൊണ്ടിരിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടത്തിൽ വിശ്വസിച്ചിട്ടുള്ള സഹാബികളും ആ വിളിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ ആ വിളിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജൂതനസാറാക്കൾ ആ വിളിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് ഏതേത് മനുഷ്യനായിട്ടുള്ളവരുണ്ടോ അവരെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള, അവരെയെല്ലാം ഉദ്ദേശിച്ചിട്ടുള്ളൊരു വിളിയാണ്. അതുകൊണ്ട് മതമുള്ളവനും ആ വിളിയിൽ ശ്രദ്ധിക്കണം, മതമില്ലാത്തവനും ശ്രദ്ധിക്കണം. അബൂജഹലും ശ്രദ്ധിക്കണം, അബൂലഹബും ശ്രദ്ധിക്കണം, അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിളിയാണ്. ആ വിളിയിൽ അല്ലാഹു പറഞ്ഞ കാര്യം എന്താണെന്നോ? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചിട്ടുള്ള, നിങ്ങളുടെ റബ്ബായിട്ടുള്ള അല്ലാഹനെ നിങ്ങൾ ആരാധിക്കണമെന്ന നിർദ്ദേശമാണ് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതെങ്കിൽ ആ സംസാരത്തെ മാനിച്ചവനാരോ, ആ സംസാരത്തെ സ്വീകരിച്ചവനാരോ, അതിനെ പരിഗണിച്ചവരാരോ, മുസ്ലിമായവനാരോ, ഷഹാദത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായിട്ടുള്ളവനാരോ, അവനല്ലേ സത്യവിശ്വാസി, അവനല്ലേ മുഅ്മിൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യ വചനത്തെ മനസ്സിൽ അംഗീകരിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിച്ച് ജീവിതത്തിലൂടെ പ്രവർത്തിക്കുന്നവനല്ലേ സത്യവിശ്വാസി. അപ്പൊ സത്യവിശ്വാസിയായവൻ ആരാണോ, ഷഹാദത്ത് കലിമ പ്രഖ്യാപിച്ചവൻ ആരാണോ, അവനാണ് ഇനി പറയുന്ന വിഷയം ചെവി കൊള്ളേണ്ടത് എന്നാണ്. അവൻ ശ്രദ്ധിച്ചാലേ ഇനി പറയുന്ന വിഷയത്തിൽ വല്ല ഉപകാരവും ലഭിക്കുകയുള്ളൂ എന്നാണ്. അപ്പം ജനങ്ങളെല്ലാവരും കൂടി ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും റമദാനിൻ്റെ പകലിൽ പട്ടിണി കിടന്നതുകൊണ്ട് അവന് പ്രതിഫലം ലഭിക്കാനിരിക്കുന്നില്ല. മറിച്ച് മുസ്ലിമായവൻ നോമ്പെടുക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം ലഭിക്കുന്നത്. മുസ്ലിമായവൻ നോമ്പെടുക്കുമ്പോഴാണ് അതിൻ്റെ ഉദ്ദേശപ്രാപ്തിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ എന്ന അഭിസംബോധനയോടെ നോമ്പിൻ്റെ വിഷയം പരാമർശിക്കുന്നത്. ഇതേ പരാമർശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിൽ നടത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സോമ റമളാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും പരിശുദ്ധമായ റമളാനിൽ ഈമാനോടുകൂടി, വിശ്വാസത്തോടുകൂടി, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ റബ്ബെന്നെ പരിഗണിക്കും, എൻ്റെ റബ്ബെനിക്ക് പ്രതിഫലം നൽകും, അവൻ വാഗ്ദാനം ചെയ്ത സ്വർഗം സത്യമാണ്, അവൻ വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഹക്കാണ് എന്ന ഉറച്ച ബോധ്യത്തോടെ, അതാണ് വഹ്തിസാബാ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും. രണ്ട് നിബന്ധനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത്, ഈമാന, വിശ്വാസത്തോടെ ആരെങ്കിലും നോമ്പെടുത്താൽ, പ്രതിഫലമാഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും നോമ്പെടുത്താൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്.
അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തെക്കുറിച്ച്, റമദാനിലുള്ള രാത്രി നിസ്കാരത്തെക്കുറിച്ച്, തറാവീഹിനെ കുറിച്ച് പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബാ. ഈ ഹദീസിന്റെ അറബിയെങ്കിലും നമ്മുടെ മനസ്സിലില്ലെങ്കിലും ഇതിൻ്റെ മലയാള പരിഭാഷയെങ്കിലും ഇതിൻ്റെ ആശയമെങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മൾ കോർത്തു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈമാനോടെ വിശ്വാസത്തോടെ മുഅ്മിനായിക്കൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും രാത്രി നിന്ന് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബാ, ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ, ആ പ്രതീക്ഷിക്കപ്പെടുന്ന രാവിൽ ആരെങ്കിലും ഈമാനോടെ വിശ്വാസത്തോടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. 3 ഹദീസ്, 3 വിഷയങ്ങൾ പറഞ്ഞ നിബന്ധന, ഒരേ ഒരു നിബന്ധന, അത് വിശ്വാസത്തോടെയാവണം, മുഅ്മിനായി കൊണ്ടാവണം. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പഠിപ്പിച്ചതും, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് കുതിബ അലൈക്കും, നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, അസ്സിയാം, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ പൂർവികന്മാർക്ക്, മുൻകഴിഞ്ഞ സമുദായങ്ങളിലെ മുസ്ലിമുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരിൽ വിശ്വസിച്ചിട്ടുള്ള അനുയായികൾക്ക് അവർ മുസ്ലിങ്ങളായി കടന്നു വന്നപ്പോൾ അവർക്കും വ്യത്യസ്തങ്ങളായ ആരാധനാ കർമ്മങ്ങളുണ്ടായിരുന്നു. ആ ആരാധനാ കർമ്മങ്ങളിൽ നിസ്കാരമുണ്ടായിരുന്നു, നോമ്പുണ്ടായിരുന്നു, സകാത്തുണ്ടായിരുന്നു, ഹജ്ജുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനും അത് ശരീഅത്ത് തന്നെയാണ്. നമുക്കും നോമ്പുണ്ട്, നോമ്പ് നിർബന്ധമാണ്. മുൻകഴിഞ്ഞ സമുദായത്തിന് നോമ്പ് നിർബന്ധമുണ്ടായിരുന്നതുപോലെ സമുദായമേ, മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആ നോമ്പ് നിങ്ങൾക്ക് എന്തിനാണ് റബ്ബ് ശറഅാക്കിയതെന്നോ, മതത്തിന്റെ ഇബാദത്തായി നിശ്ചയിച്ചതെന്നോ, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വ കൈക്കൊള്ളുന്നവരാവാൻ, സൂക്ഷ്മത നേടിയെടുക്കുന്നവരാവാൻ, തഖ്വ നേടിയെടുക്കുന്നവരാവാൻ എന്നാണ് ഈ ആയത്തിൽ അല്ലാഹ് പറയുന്നത്. ഈ ആയത്തിനെ കുറിച്ച് സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിക്കണം. അല്ലാഹ് നമ്മളെ വിളിച്ചത് തന്നെയും യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ എന്ന വിളിയാണ്. ആ വിളിയുടെ പരിധിയിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഒന്നാമത്തെ ചിന്ത ഏതാണ്? ഒന്നാമത് നമുക്ക് ചിന്തിക്കാനുള്ള കാര്യം അതാണ്. ആ യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ എന്ന ആ റബ്ബിൻ്റെ വിളിയുടെ പരിധിയിൽ അതിലേക്ക് എന്തേ എന്ന് ചെവി കൊടുക്കാൻ, ആ വിളിയുടെ പരിധിയിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. എന്താണ് ഈ വിളിയുടെ പരിധിയിൽ ഉൾപ്പെടാനുള്ള യോഗ്യത? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷഹാദത്ത് കലിമ. ആരാണോ സാക്ഷ്യം വഹിച്ച് പ്രഖ്യാപിച്ച് ജീവിതത്തിൽ പകർത്തുന്നത് അവനല്ലയോ മുഅ്മിൻ, അവനാണല്ലോ സത്യവിശ്വാസി, അവനാണല്ലോ മുസ്ലിം. എന്താണ് ഷഹാദത്ത് കലിമ? നമ്മുടെ കുട്ടികൾ മുതൽ മദ്രസയിൽ ചെറിയ കാലങ്ങളിൽ മുതൽ കേട്ടുപഠിക്കുന്ന, ചൊല്ലിപ്പഠിക്കുന്ന താരാട്ടുപാട്ടുകളിൽ മുസ്ലിം ഉമ്മമാര് കുട്ടികൾക്ക് വേണ്ടി താരാട്ട് ചൊല്ലിക്കൊടുക്കുന്ന നമ്മുടെ ദിക്റുകളുടെ കൂട്ടത്തിൽ അഫ്ളലുദ് ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ദിക്ർ ഉൾക്കൊള്ളുന്ന ഷഹാദത്ത് കലിമ. ആ ഷഹാദത്ത് കലിമ നാവ് കൊണ്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമല്ലല്ലോ, അത് മനസ്സിൽ അംഗീകരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കണം. അങ്ങനെയല്ലേ നമ്മുടെ ഉസ്താദുമാര് നമ്മളെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതേ ഷഹാദത്ത് കലിമ സാക്ഷ്യം വഹിച്ച് പ്രഖ്യാപിക്കൽ. സാക്ഷ്യം വഹിക്കണം, വഹിച്ചത് പ്രഖ്യാപിക്കണം. മനസ്സിലൊന്നുമില്ലാതെ, മനസ്സിൽ വഹിക്കാതെ
കേവലം നാവ് കൊണ്ട് പറഞ്ഞാൽ അവൻ അല്ലാഹുവിൻ്റെ അരികിൽ മുസ്ലിമല്ല, അവൻ മുനാഫിഖാണ്, അവൻ അല്ലാഹുവിൻ്റെ അരികിൽ കാഫിറാണ്. മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ച് വിശ്വാസമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ഒരാൾക്ക് മനസ്സിൽ ധാരണയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അറിയൂല, അതിൻ്റെ ആശയം അറിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഹമ്മദ് നബിയായി അംഗീകരിക്കുന്നില്ല. ഇന്ന് പലപ്പോഴും പുതിയ ട്രെൻഡ് തന്നെ എന്താണെന്നോ, ഞാൻ എക്സ് മുസ്ലിമാണ്, ഞാൻ മുസ്ലിമായിരുന്നു, ഇപ്പോൾ ഞാൻ മുസ്ലിമല്ല. പണ്ടാളുകളെ പേടിച്ച് ഞാൻ കുറേ പള്ളിയിൽ പോയിട്ടുണ്ട്, തലയിൽ തട്ടമിട്ടിട്ടുണ്ട്, ആളുകളെ പേടിച്ച് വിവാഹരംഗത്ത് ഇസ്ലാമികമായി ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, ഇപ്പം ഞാൻ മുസ്ലിമല്ല, പഴയ മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് പലരും രംഗത്ത് വരാറുണ്ട്. രംഗത്ത് വരുന്നവരെക്കാൾ കൂടുതൽ ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ മുസ്ലിങ്ങളുടെ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വാസമില്ലാതെ, മുഹമ്മദുൻ റസൂലുള്ളാഹിയിൽ വിശ്വാസമില്ലാതെ അത് വെറുതെ നാവ് കൊണ്ട് ചൊല്ലിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നാവിൽ പറഞ്ഞു, മനസ്സിൽ വിശ്വാസമില്ലയോ, അവൻ അല്ലാഹുവിൻ്റെ അരികിൽ പരിഗണന ഇല്ല, അവൻ നോമ്പെടുത്തിട്ട് കാര്യമില്ല, അവൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല. കാരണം അല്ലാഹുവിൻ്റെ വിളിക്കവൻ അർഹനല്ല, അല്ലാഹുവിൻ്റെ വിളിയുടെ നിർദ്ദേശത്തിന് അവൻ യോഗ്യനല്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിക്കണം, അത് മനസ്സിലങ്ങ് വഹിക്കണം, മനസ്സിലങ്ങ് അംഗീകരിക്കണം. അങ്ങനെ സാക്ഷ്യം വഹിച്ച് പ്രഖ്യാപിക്കണം. ആ വഹിച്ച സാക്ഷ്യം പുറത്ത് പറയണം, മാലോകരോട് വിളിച്ചു പറയണം, ചോദിക്കുന്നവരോടൊക്കെ പറയണം, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്, എനിക്കത് തിന്നാൻ പറ്റൂല. എന്തുകൊണ്ട്? ഞാൻ മുസ്ലിമാണ്. എനിക്ക് കള്ള് കുടിക്കാൻ പറ്റൂല, എനിക്ക് പന്നിമാംസം പറ്റില്ല, പലിശയുടെ പണം എനിക്ക് വേണ്ട, എനിക്കതൊന്നും വേണ്ട. എന്തുകൊണ്ടാണ്? ഞാൻ മുസ്ലിമാണ്. എനിക്ക് മുസ്ലിമെന്ന് പറയാൻ എവിടെയൊക്കെ അവസരമുണ്ടോ, ഞാൻ ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കേണ്ട അവസരങ്ങൾ ഏതുണ്ടോ അവിടെയൊക്കെ ഞാൻ ഒന്നുകിൽ ഷഹാദത്ത് കലിമ തന്നെ അങ്ങ് പറഞ്ഞോളണം, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണെന്ന് ചുരുക്കിയെങ്കിലും പറഞ്ഞോളണം, ഇതെൻ്റെ മതത്തിന് പറ്റൂലെന്നെങ്കിലും പറഞ്ഞോളണം. അങ്ങനെ ആ പറയുന്ന ഏത് ശൈലിയാവട്ടെ അതൊക്കെ സാക്ഷ്യം പ്രഖ്യാപിക്കലാണ്. അങ്ങനെയുള്ള മുഅ്മിനിനാണ് ഈ നോമ്പാവട്ടെ, നിസ്കാരമാവട്ടെ, ഏത് ഇബാദത്തിനെ സംബന്ധിച്ചും അതെല്ലാം നിർവഹിച്ചാൽ അവന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഞാൻ ആ ഷഹാദത്ത് കലിമയെ കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കട്ടെ. ഈ പറയുന്ന ഷഹാദത്ത് കലിമ നമ്മൾ പറയുന്നതാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധനയ്ക്ക് യോഗ്യനായവൻ പറയേണ്ടതാണ്. എന്താണ് ആ ഷഹാദത്ത് കലിമയുടെ അർത്ഥം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ സാക്ഷ്യം വഹിച്ച് പ്രഖ്യാപിക്കുന്നു എന്നല്ലേ അതിൻ്റെ ആദ്യത്തെ ഭാഗം. ഇതിൽ നമുക്ക് തർക്കമില്ല. മുസ്ലിം ഉമ്മത്തിലെ ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു വ്യക്തിക്കും ഈ ഷഹാദത്ത് കലിമയുടെ അർത്ഥത്തിൽ തർക്കമുണ്ടോ? ഇല്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ സാക്ഷ്യം വഹിച്ച് പ്രഖ്യാപിക്കുന്നു. എന്താ സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം? നമ്മളെന്താ പഠിച്ചത്? മദ്രസകളിൽ നമ്മൾ പഠിച്ചതെന്താണ്? നമ്മുടെ മനസ്സിൽ നമ്മൾ കൊത്തിവെച്ചിട്ടുള്ള അർത്ഥം എന്താണ്? ആരാധനക്കർഹൻ, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. ഇലാഹായിക്കൊണ്ട് റബ്ബ് മാത്രമേ അർഹതയുള്ളവനുള്ളൂ. ഇതല്ലേ നമ്മുടെ മദ്രസകളിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് നാം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അല്ലാഹ് മാത്രമേ ആരാധനക്കർഹനുള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മനസ്സിൽ അംഗീകരിക്കുന്നു, നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നു. ഇതല്ലേ ഇതിൽ സംശയമുണ്ടോ? പലപ്പോഴും ഇത്തരത്തിലുള്ള പരിപാടികൾ ഒരു നാട്ടിൽ നടക്കുമ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ആശങ്കയാണ്. ഈ പറയുന്ന ആളുകൾ ഇനി എന്താണാവോ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ പോകുന്നത്? ഇവർക്ക് എന്താണാവോ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്? നിങ്ങൾ കേൾക്കണം, മനസ്സിലാക്കണം. നിങ്ങൾ കേട്ടതിലപ്പുറം, നിങ്ങൾ മനസ്സിലാക്കിയതിലപ്പുറം, മുസ്ലിങ്ങൾ മനസ്സിലാക്കിയതിലപ്പുറം മുസ്ലിമായ ഒരു വ്യക്തിക്ക് പുതിയതൊന്നും പറയാനില്ലല്ലോ, പുതിയതൊന്നും
സംസാരിക്കാനില്ലല്ലോ. നമുക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കണം, അത് മനസ്സിൽ അംഗീകരിക്കണം, അതിൽ നിന്ന് വ്യതിചലിക്കാതെ നോക്കണം. ആ ഈമാനിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കണം. ആ ഇബാദത്തുകളിൽ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതൊക്കെ ഉണ്ടാവണം. ആ ഇബാദത്തുകൾ കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഖൈറുണ്ടാവണം. ഇതൊക്കെ തന്നെയാണ് മുസ്ലിം എന്ന നിലക്ക്, മുസ്ലിങ്ങൾ എന്ന നിലക്ക് പരസ്പരം ഉപദേശിക്കാനുള്ളത്. അതിലേറ്റവും മുഖ്യമായ കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ പറയുന്ന ഷഹാദത്ത് കലിമയിൽ അതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരാമർശത്തിൽ, അതിൻ്റെ അർത്ഥത്തിൽ, അതാ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ പ്രവേശിപ്പിച്ചപ്പോൾ, മനസ്സിൽ നമ്മൾ കൊത്തിവെച്ചപ്പോൾ, അതിൻ്റെ അർത്ഥം കാണാതെ പഠിച്ച് ഉസ്താദിന് ചൊല്ലിക്കൊടുത്തപ്പോൾ നമ്മൾ പറഞ്ഞ അർത്ഥം എന്താണ്? ആരാധനക്കർഹൻ അല്ലാഹ് മാത്രം. അല്ലാഹു മാത്രമേ ആരാധനക്കർഹനുള്ളൂ. എന്താണ് ആരാധനക്കർഹൻ എന്ന് പറഞ്ഞാൽ? ഞാൻ നിർവഹിക്കുന്ന ആരാധനയുടെ അർഹത, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളുടെ അർഹത അതെൻ്റെ റബ്ബിന് മാത്രമേയുള്ളൂ. ആ റബ്ബിനോട് മാത്രമേ ആ ആരാധനകൾ ഞാൻ സമർപ്പിക്കാൻ പാടുള്ളൂ. ആ റബ്ബിന് മാത്രമേ എൻ്റെ ഇബാദത്തായി ഞാൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും സമർപ്പിക്കാൻ യോഗ്യതയുള്ളവൻ എൻ്റെ റബ്ബ് മാത്രമാണ്. അതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാ. എന്താണ് ഈ ആരാധന? ആരാധനയായി നാം എന്തൊക്കെയാണ് നിർവഹിക്കുന്നത്? നാം നിസ്കരിക്കുന്നു, നിസ്കാരം ഇബാദത്താണ്. ആ നിസ്കാരത്തിൽ ഞാൻ നിയ്യത്ത് കരുതുന്നത് എൻ്റെ റബ്ബിന് വേണ്ടി, അല്ലാഹു തആലാക്ക് വേണ്ടി, റബ്ബിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നല്ലേ നാം നിസ്കാരത്തിൽ നിയ്യത്ത് കരുതുന്നത്. നിയ്യത്ത് കരുതേണ്ടത് നോമ്പെടുക്കുമ്പോൾ നോമ്പ് ഇബാദത്താണ്. ആ നോമ്പിൽ ആ ആരാധനാ കർമ്മത്തിന് അർഹത അതെൻ്റെ റബ്ബിന് മാത്രമാണ്. ആ ഇബാദത്തിന് യോഗ്യത എൻ്റെ റബ്ബിന് മാത്രമാണ്. പരിശുദ്ധമായ കഅബാലയത്തിൽ തവാഫ് ചെയ്തുകൊണ്ട്, അതുപോലെ സഫാ മർവക്കിടയിൽ സഅയ് ചെയ്തുകൊണ്ട് ഉംറയും ഹജ്ജും ഒക്കെ നിർവഹിക്കുമ്പോൾ ആ ഹജ്ജ് ഇബാദത്താണ്. ആ ഇബാദത്തിലും എൻ്റെ നിയ്യത്ത്, ആ ഇബാദത്തിലും ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ റബ്ബിന് മാത്രമാണ്. എങ്കിലും സഹോദരങ്ങളെ, ആ നിസ്കാരം എന്ന ഇബാദത്ത് നാം നിർവഹിക്കുമ്പോൾ നിസ്കാരത്തിൽ നാം പ്രാർത്ഥിക്കാറില്ലേ? നിസ്കാരത്തിൽ നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ? എല്ലാവരും ഒരിക്കലും വിട്ടുപോവാതെ പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണല്ലോ സൂറത്തുൽ ഫാത്തിഹയിലുള്ള പ്രാർത്ഥന. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. റബ്ബേ, നേരായ വഴിയിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണം. ആ നേരായ വഴി എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹിച്ച അംബിയാഇന്റെ, സിദ്ദീഖുകളുടെ, ശുഹദാഇന്റെ, ഔലിയാഇന്റെ, സ്വാലിഹുകളുടെ, സജ്ജനങ്ങളുടെ നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ വഴി ചേർക്കണേ റബ്ബേ എന്ന് നാം അല്ലാഹുവിനോട് സൂറത്തുൽ ഫാത്തിഹയിൽ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ റുക്കൂഇൽ പ്രാർത്ഥനയുണ്ട്, സുജൂദിൽ പ്രാർത്ഥനയുണ്ട്, സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ പ്രാർത്ഥനയുണ്ട്, തശഹുദിന് ശേഷം പ്രാർത്ഥനയുണ്ട്. അങ്ങനെ ഈ പ്രാർത്ഥനകളും ആരോടാണ്? അല്ലാഹുവിനോടാണ്. ആ റബ്ബിനെ വിളിച്ചിട്ടല്ലേ ഈ പ്രാർത്ഥനകൾ അഖിലവും നാം നിസ്കാരത്തിൽ നിർവഹിക്കുന്നത്. എങ്കിൽ സഹോദരങ്ങളെ, നിസ്കാരത്തിലുള്ള പ്രാർത്ഥനയും ആരാധന തന്നെയല്ലേ? സംശയമുണ്ടോ? നിസ്കാരത്തിൽ നാം നിർവഹിക്കുന്ന റുകൂഇലും, അതുപോലെ ഇഅ്തിദാലിലും, അതുപോലെ ഖുനൂത്തിലും, അതുപോലെ തന്നെ സുജൂദിലും, സുജൂദിനിടയിലുള്ള ഇടത്വത്തിലും, തശഹുദിന് ശേഷവുമൊക്കെ നാം റബ്ബിനോട് നിർവഹിക്കുന്ന പ്രാർത്ഥനയും ആരാധനയല്ലേ? ആ ആരാധനയും എൻ്റെ റബ്ബിനെ അർഹതപ്പെട്ടിട്ടുള്ളൂ, മറ്റൊരാൾക്കും പറ്റൂല. അവിടെ ഞാൻ ഒരാളെയും വിളിക്കാൻ പാടില്ല. എൻ്റെ റസൂലിനെ പോലും ഞാൻ അവിടെ വിളിച്ചൂടാ. എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഞാൻ സലാത്ത് ചൊല്ലാറുണ്ട്. അത് റസൂലുള്ളാഹിന്റെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ റസൂലുള്ള നിർദ്ദേശിച്ചതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന സലാത്ത്, ആ സലാത്ത് ചൊല്ലൽ സുന്നത്താണ്. നിസ്കാരത്തിലാകുമ്പോൾ അത് നിർബന്ധമാണ്. ഒന്നാമത്തെ തശഹുദിന് ശേഷം അത് സുന്നത്താണ്, അവസാനത്തെ തശഹുദിന് ശേഷം അത് റുക്നാണ്. ആ സലാത്ത് ഞാൻ ചെല്ലുന്നത് പോലും
റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കലല്ലോ, റസൂലുള്ളാഹിക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കലല്ലേ, അവിടുത്തെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കലല്ലേ, അവിടുത്തെ അനുയായികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലല്ലേ. അതുപോലെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, നബിയേ താങ്കൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള രക്ഷയുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ എന്ന് സലാം പറയുമ്പോൾ പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ചൊല്ലാതെ നിസ്കാരമില്ല. പക്ഷെ ആ പ്രാർത്ഥന പോലും അല്ലാഹുവിനോടാണ് എന്ന് പറഞ്ഞാൽ നിസ്കാരമെന്ന ഇബാദത്ത് റബ്ബിന് മാത്രം, നിസ്കാരത്തിലുള്ള പ്രാർത്ഥനയാകുന്ന ഇബാദത്തും റബ്ബിന് മാത്രം. എങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ അല്ലാഹുവേ അല്ലാഹുവേ സ്വല്ലി അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് നീ സലാത്തേകണേ, ഗുണം നൽകണേ, അവിടത്തെ കുറിച്ച് നീ പ്രശംസിക്കണേ, അവിടത്തെ നീ വാഴ്ത്തിപ്പറയണേ അല്ലാ എന്ന് നാം സലാത്ത് ചെല്ലുന്നിടത്ത് അല്ലാഹുമ്മ എന്ന പദമങ്ങാനും മാറ്റിയിട്ട് യാ മുഹയ്യിദ്ദീൻ ശൈഖ് എന്നോ ഏതെങ്കിലും ഒരു വലിയനെയോ ഏതെങ്കിലും ഒരു റസൂലിനെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെയോ പേര് നാം അങ്ങ് മാറ്റിയാൽ ആ സലാത്ത് സ്വഹീഹല്ല. സലാത്ത് സ്വഹീഹല്ലെങ്കിൽ നിസ്കാരവും സ്വഹീഹല്ല. എങ്കിൽ ആ നിസ്കാരത്തിൽ നാം നിർവഹിക്കുന്ന പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. എങ്കിൽ നിസ്കാരത്തിൻ്റെ പുറത്തും എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള അർഹത എൻ്റെ റബ്ബിന് മാത്രമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമുണ്ടോ? നിസ്കാരത്തിൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥനകൾ റബ്ബല്ലാത്തവനിലേക്ക് തിരിച്ചുകൊണ്ട് വാചകങ്ങൾ മാറ്റിയാൽ ആ നിസ്കാരം ശരിയല്ല എന്നാണെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ റബ്ബല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ചാൽ അത് റബ്ബല്ലാത്തവനെ ആരാധിക്കലല്ലേ? അങ്ങനെ ഞാൻ ആരാധിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന എൻ്റെ പരാമർശത്തിനെതിരല്ലേ? അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായാൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന വിളിയുടെ പരിധിയിൽ എനിക്ക് പ്രവേശിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പ്രവേശിക്കാൻ പറ്റാതായാൽ പിന്നെ ഞാൻ നോമ്പ് നോറ്റിട്ടെന്ത് കാര്യമാണ്? നിസ്കരിച്ചിട്ടെന്ത് കാര്യമാണ്? ഇബാദത്തുകൾ നിർവഹിച്ചിട്ടെന്ത് കാര്യമാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് നമ്മുടെ വീടും നിസ്കാരക്കുപ്പായവും നമ്മുടെ കടകളും നമ്മുടെ പള്ളികളും അതിൻ്റേതെല്ലാം ഭൗതികമായ ശുദ്ധീകരണത്തിന് നാം നേതൃത്വം കൊടുക്കുമ്പോഴും അതിലൊക്കെ നാം ആവേശത്തോടെ പങ്കെടുക്കുമ്പോഴും അതിനു മുമ്പ് അള്ളാഹിൻ്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബിയോട് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളൊരു നിർദ്ദേശമുണ്ടല്ലോ, വസിയാബക ഫതഹിർ, നബിയേ താങ്കൾ താങ്കളുടെ വസ്ത്രത്തെ ശുദ്ധീകരിക്കണം. എന്താണ് ഈ വസ്ത്രമെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, അത് അൽ ഖൽബ്, ഹൃദയമാണ്. ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ഹൃദയത്തെ ശുദ്ധീകരിക്കാതെ വസ്ത്രം ശുദ്ധീകരിച്ചിട്ട് കാര്യമില്ല. ശുദ്ധമായ വസ്ത്രം വെച്ചവൻ നിസ്കരിക്കുന്നു, പക്ഷേ ഈമാനിൻ്റെ പരിധിയിലേക്ക് അവൻ പ്രവേശിച്ചിട്ടില്ല. എന്തുകൊണ്ട് പ്രവേശിച്ചില്ല? അവൻ അല്ലാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റുള്ളവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് വരുമ്പോൾ ഈമാനിൻ്റെ പരിധിയിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി. ലാ ഇലാഹ ഇല്ലല്ലാ നഷ്ടപ്പെട്ടു പോയി. ഈ ആശയം മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ലല്ലോ. എങ്കിലും സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കൂ. നാം നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും സകാത്തിനെക്കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ തൂണുകളിൽ ഇവയൊക്കെ നാം എണ്ണുമ്പോൾ അതിലൊക്കെ മുമ്പ് ഒന്നാമതായി നാം ചൊല്ലുന്ന, ഒന്നാമതായി എണ്ണി പറയുന്ന ഷഹാദത്ത് കലിമ, അതിലുള്ള നമ്മുടെ ആശയം, അതിലുള്ള നമ്മുടെ നിലപാട്, അതിൽ ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നത് നാം ചിന്തിക്കേണ്ടതല്ലേ? എങ്കിലല്ലേ നാം ഈമാനുള്ളവനാവുകയുള്ളൂ. അതുകൊണ്ട് നാം ഗൗരവത്തിൽ ചിന്തിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ആരാധനക്കർഹൻ അല്ല മാത്രമാണ് എന്ന് നാം പറയുമ്പോൾ അതിന് വിരുദ്ധമായ ഒരു പ്രവർത്തനവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എൻ്റെ നിസ്കാരം റബ്ബിന് മാത്രം, നോമ്പ് റബ്ബിന് മാത്രം, സകാത്ത് റബ്ബിന് മാത്രം, ഹജ്ജ് റബ്ബിന് മാത്രം, ഉംറ അല്ലാഹുവിന് വേണ്ടി മാത്രം, ഖുർആൻ ഓതുമ്പോൾ നിയ്യത്ത് അല്ലാഹുവിനെ മാത്രം, ദിക്ർ ചൊല്ലുമ്പോഴുള്ള നിയ്യത്ത് അല്ലാഹുവിനെ മാത്രം. അതുപോലെ തന്നെ എൻ്റെ നേർച്ചയുടെ സന്ദർഭത്തിലെ നിയ്യത്ത് റബ്ബിന് വേണ്ടി മാത്രം, അറവ് നടത്തുമ്പോഴുള്ള നിയ്യത്ത് റബ്ബിന് വേണ്ടി മാത്രം, റബ്ബിൻ്റെ പ്രീതി മാത്രം, അള്ളാന്റെ പൊരുത്തം മാത്രം. ആ അറവ് നടത്തുമ്പോ ബദരീങ്ങളെ പൊരുത്തം ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല. ആ അറവ് നടത്തുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തം ഞാൻ ആഗ്രഹിച്ചുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് പ്രതിഫലം നൽകണം, അവിടുന്ന് ഇത് കാണുന്നുണ്ട്, അവിടുത്തെ രക്ഷ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അറുക്കട്ടെ. ബദരീങ്ങൾ എൻ്റെ വീട് കാക്കണമെന്ന ലക്ഷ്യത്തോടെ ബദരീങ്ങളുടെ പേരിൽ റമദാൻ 17 ഞാനൊരറവ് നടത്തട്ടെ എന്ന് നമ്മുടെ മനസ്സിലെങ്ങാനും ചിന്ത വന്നാൽ അത് അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിന് വിരുദ്ധമാണ്. അത് നാം വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. ഈ രൂപത്തിലാണ് പിശാച് മനുഷ്യന്മാരെ പിടിക്കുന്നത്. ആ പിശാച് മനുഷ്യന്മാരിൽ നോമ്പെടുക്കുന്നതിനൊരു തടസ്സം സൃഷ്ടിക്കുന്നില്ല. അവർ നിസ്കരിക്കുമ്പോൾ ഒരു തടസ്സം സൃഷ്ടിക്കുന്നില്ല. നിസ്കരിക്കുന്ന മനുഷ്യന്മാർ ധാരാളമായി നിസ്കരിക്കുന്നു, ഫർള് നിസ്കരിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഫർളായതും സുന്നത്തുമായതുമായ നോമ്പെടുക്കുന്നു. അവൻ്റെ വിഷയത്തിൽ പിശാച് പലപ്പോഴും ഇടപെടുന്നില്ല. പക്ഷേ പിശാച് ഇടപെടാത്തത് എന്താണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. പല കാരണത്താൽ പിശാച് അവനെ ഇടപെടൂല, അവനെ ശല്യപ്പെടുത്തില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് എന്താണെന്നോ, അവൻ എത്ര നോമ്പെടുത്തിട്ടെന്താ, എത്ര നിസ്കരിച്ചിട്ടെന്താ, ഒരുപാട് ഇബാദത്തുകൾ റബ്ബിന് വേണ്ടി സമർപ്പിച്ചിട്ടെന്താ കാര്യം. കാരണം എന്താണ്? അവൻ്റെ ജീവിതത്തിൽ അവൻ അല്ലാഹുവല്ലാത്തവനെ ആരാധിക്കുന്നവനാണ്, അല്ലാഹുവല്ലാത്തവനോട് പ്രാർത്ഥിക്കുന്നവനാണ്, അല്ലാഹുവല്ലാത്തവൻ്റെ പേരിൽ നേർച്ച നേരുന്നവനാണ്, അല്ലാഹുവല്ലാത്തവൻ്റെ പേരിൽ ബലിയറുക്കുന്നവനാണ് എന്ന് വരുമ്പോ അത് വിശുദ്ധ ഖുർആനിൽ എൻ്റെ റബ്ബനോട് സംസാരിച്ച വിഷയങ്ങൾക്ക് വിരുദ്ധമാണ്, തൗഹീദിന് വിരുദ്ധമാണ്, നബിമാരുടെ പ്രബോധനത്തിനെതിരാണ്. വിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് നിങ്ങൾ മറക്കല്ല. ഖുർആനിൽ എൻ്റെ റബ്ബനോട് എന്ത് സംസാരിച്ചു എന്നറിയാനുള്ള ആവേശം, വെമ്പൽ, അതിനുള്ളൊരു വ്യഗ്രത മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ഖുർആനിൽ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ മുതൽ പറഞ്ഞ പരാമർശം എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന പരാമർശത്തിന് വിരുദ്ധമല്ലേ വീട് കാക്കാൻ ബദരീങ്ങളുടെ പേരിൽ അറവ് നടത്തുക എന്നുള്ളത്? ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ തവക്കുലാക്കുന്നത് ഈ പറയുന്ന ഫാത്തിഹ സൂറത്തിലെ ആയത്തിലെ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമല്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. അതുപോലെ സൂറത്തുൽ ബഖറയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ച, മുൻഗാമികളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന അല്ലാഹുവിൻ്റെ പരാമർശത്തിന് വിരുദ്ധമല്ലേ അത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയുന്ന അമ്പിയാക്കന്മാരുടെ പ്രബോധനം, ആ പ്രബോധനത്തെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞതും എന്താണ്? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ അഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. അതേ, എല്ലാ സമുദായത്തിലേക്കും അല്ലാഹു നബിമാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. എല്ലാ സമുദായത്തിലേക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ഭാഷ വ്യത്യാസമില്ല. എല്ലാ സമുദായവും അറബിയല്ല സംസാരിച്ചത്, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നു.
ചരിത്രത്തിലെ പരാമർശമനുസരിച്ച് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായം നശിക്കപ്പെട്ട ശേഷം പിന്നീട് നൂഹ് അലൈഹിസ്സലാമും മുസ്ലിങ്ങളും മാത്രം ബാക്കിയുള്ള സന്ദർഭത്തിലാണ് ആ മുസ്ലിങ്ങൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശക്തമായ ഒരു വെള്ളപ്പൊക്കം സംഭവിക്കുന്നതും ഒരു അണക്കെട്ട് പൊട്ടി ഒരു വലിയ ദുരന്തമുണ്ടാവുകയും ജനങ്ങളൊക്കെ വ്യത്യസ്ത നാടുകളിലേക്ക് അഭയം പ്രാപിക്കുകയും അങ്ങനെ അവർ പല ഭാഷകൾ സംസാരിക്കുന്നവരായി പല പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരായി. അതുവരെ ഭൂമിയുടെ ഒരു പ്രദേശത്ത് മാത്രം ജീവിച്ചിരുന്നവർ പല പ്രദേശങ്ങളിലേക്ക് ചേക്കേറി. നദീതട സംസ്കാരങ്ങൾ വന്നു. ജീവിക്കാൻ സൗകര്യമുള്ള പ്രദേശങ്ങൾ തേടിക്കൊണ്ട് ആളുകൾ സമുദ്രതീരങ്ങളിലും നദീതീരങ്ങളിലുമൊക്കെ താമസിക്കാൻ തുടങ്ങി. വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ വളർന്നു വന്നു. പക്ഷേ അവരൊക്കെ തൗഹീദിലായിരുന്നു. പിന്നീട് പിശാച് അവരിലേക്ക് കടന്നു വരികയും ശിർക്ക് അവരിലേക്ക് വ്യാപിക്കുകയും ചെയ്തപ്പോ പല ഭാഷകളിൽ പിശാച് അവരെ കൊണ്ട് ശിർക്ക് ചെയ്യിച്ചു. പല രൂപത്തിൽ പിശാച് അവരെ കൊണ്ട് ശിർക്ക് ചെയ്യിച്ചു. സൂര്യനെ ആരാധിച്ചിരുന്നവർ, ചന്ദ്രനെ ആരാധിച്ചിരുന്നവർ, നക്ഷത്രങ്ങളെ ആരാധിച്ചിരുന്നവർ, വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നവർ, അംബിയായിനെ ആരാധിച്ചിരുന്നവർ, ഔലിയായിനെ ആരാധിച്ചിരുന്നവർ, ജാറങ്ങളെ ആരാധിച്ചിരുന്നവർ, അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ പല ഭാഷകളിൽ പല നാടുകളിൽ പല രൂപത്തിൽ പിശാച് ശിർക്ക് പ്രചരിപ്പിച്ചപ്പോ അവിടേക്കൊക്കെ ആ നാട്ടിൽ നിന്ന് ആ ജനങ്ങളുടെ ഭാഷയിൽ അല്ലാഹു നബിമാരെ പറഞ്ഞയക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ ലോകത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. ലോകത്തിൻ്റെ പല ഭാഷകളിൽ പല നാടുകളിൽ, ഇംഗ്ലീഷ് നാടുകളിൽ ഹിന്ദി സംസാരിക്കുന്നവരായിക്കൊണ്ട് മലയാളം സംസാരിക്കുന്നവരായിക്കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒരേ സമയം പണ്ഡിതന്മാരുള്ളതുപോലെ ആ കാലഘട്ടത്തിൽ ഒരേ സന്ദർഭത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും നബിമാരുണ്ട്. അവർ പ്രബോധനം ചെയ്യുന്നു, അവർ ദഅവത്ത് നടത്തുന്നു. പല ഭാഷകളിലാണ്. ഒരു നാട്ടിലുള്ള നബിയെ അടുത്ത നാട്ടിലുള്ള ആൾക്കറിയൂല. ഇന്ന പ്രദേശത്തൊരു നബിയുണ്ടെന്ന് മറ്റൊരു നബിക്കറിയാൻ കഴിയുന്നില്ല. അങ്ങനെയല്ലേ സത്യത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ഖദിർ നബി അലൈഹിസ്സലാമിനെ കാണാൻ പോകുന്നത്. അങ്ങനെ ഒരു ഖദിർ നബിയുള്ള വിവരം മൂസാ നബിക്ക് അല്ലാഹ് പറയുന്നത് വരെ അറിയൂല. അതുപോലെ തന്നെ ഖദിർ നബി മൂസാ അലൈഹിസ്സലാമിനെയും കണ്ടിട്ടില്ല. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്ത് പല ഭാഷകളിൽ പ്രവാചകന്മാര് പ്രബോധനം ചെയ്യുന്നു. ആ പ്രബോധനം നടത്തിയപ്പോഴും അവർ പറഞ്ഞ ഒന്നാമത്തെ വാക്ക് അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. വജ്തനിബുത് ത്വാഗൂത്ത്, ത്വാഗൂത്തിനെ നിങ്ങൾ വെടിയണം. തോഹൂത്തിനെ വെടിയുക എന്ന് പറഞ്ഞാൽ, തോഹൂത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരാമർശമാണ്, റബ്ബിൻ്റെ സംസാരമാണ്, നമ്മോട് പറഞ്ഞതാണ്. എന്താണ് തോഹൂത്ത് എന്ന് പറഞ്ഞാൽ? ഗൗരവത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം. തോഹൂത്തിനെ വെടിയുക എന്ന് പറഞ്ഞാൽ അതേ പണ്ഡിതന്മാർ വിശദീകരിച്ചു. എന്താണ് തോഹൂത്ത്? ദുർമൂർത്തി. ദുർമൂർത്തി എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിലുള്ളൊരു പരിഭാഷയാണ്. അതിന് വിശദീകരണമുണ്ട്. എന്ന് പറഞ്ഞാൽ കുല്ലു മഅബൂദിൻ ഔ മുതാഇൻ ഔ മത്ബൂഇൻ മിൻ ദൂനില്ലാഹ്, അല്ലാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവൻ താഗൂത്താണ്. അല്ലാഹ്ക്ക് പുറമെ അനുസരിക്കപ്പെടുന്നവൻ താഗൂത്താണ്. അല്ലാഹ്ക്ക് പുറമെ പിൻപറ്റപ്പെടുന്നവൻ ത്വാഗൂത്താണ്. ഓ രക്ഷിതാക്കളെ, ഈ പറയുന്ന പരാമർശം നിങ്ങളുടെ മക്കളെ പ്രത്യേകിച്ച് നിങ്ങൾ കേൾപ്പിക്കണം, അവരെ പ്രത്യേകിച്ച് ഉപദേശിക്കണം. കാരണം എന്താണ്? ഒരാൾ ത്വാഗൂത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാനെ മാത്രം ആരാധിച്ചാൽ പോരാ, മറിച്ച് ആ ത്വാഗൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവൻ ത്വാഗൂത്താണെന്ന പോലെ അള്ളാഹ്ക്ക് പുറമേ പിൻപറ്റപ്പെടുന്നവൻ, അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി ഒരുത്തനെ ഫോളോ ചെയ്യുന്നു, ഒരുത്തൻ്റെ ഫോളോവേഴ്സിൽ ലിസ്റ്റിൽ ചേരുന്നു, അവനെ പോലെ മുടിയാക്കുന്നു, അവനെ പോലെ തൻ്റെ വസ്ത്രം സ്വീകരിക്കുന്നു, അവനെ പോലെ നടക്കുന്നു, അവൻ പഠിപ്പിച്ച ഡയലോഗുകൾ സംസാരിക്കുന്നു. സിനിമാ ലോകത്ത് ഇന്ന് ആളുകൾ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ ഒരു വ്യത്യാസവും കൂടാതെ അവർ ചൊല്ലിക്കൊടുക്കുന്ന പാട്ടുകൾ അവർ പാടുന്നു. ചെറിയ മക്കൾക്ക് പോലും സൂറത്തുൽ ദുഹ പാരായണം ചെയ്യാൻ പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ് ഏതാണെന്ന് ചോദിച്ചാൽ അവൻ അറിയൂല.
ഖുൽ ഹുവല്ലാഹു അഹദ് ഓത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓൻ ഓതിയേക്കാം. പക്ഷേ ഇഖ്ലാസ് സൂറത്ത് ഏതാണെന്ന് പറഞ്ഞാൽ അത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിൻ്റെ പേരാണെന്ന് പോലും അവൻ അറിയൂല. എന്നാൽ ആളുകൾ പടച്ചുവിട്ട പാട്ടുകൾ അവൻ പാടുന്നുണ്ട്, ഒരു വരി പോലും തെറ്റാതെ പാടുന്നുണ്ട്. ആരെങ്കിലും പാടിയത് തെറ്റിയാൽ അവൻ പിടിക്കുന്നുണ്ട്. വല്ലാത്തൊരു ദുരന്തം ഇന്ന് സമുദായത്തിലുണ്ട്. അങ്ങനെ ചെറിയ കുട്ടികൾ മുതൽ 5 വയസ്സ് 6 വയസ്സ് കുട്ടികൾ വരെ ഇന്ന് ത്വാഗൂത്തിന്റെ പിടിയിലാണ്. ഈ കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിക്കോ. നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ വസ്ത്രശാലകളിൽ കയറി അവർ സ്വീകരിക്കുന്ന വസ്ത്രങ്ങൾ ഇന്ന വസ്ത്രമുണ്ടോ എന്ന് ചില പ്രത്യേക പേര് ചോദിക്കുകയാണ്. ആ പേരവർക്ക് എവിടെ നിന്ന് ലഭിച്ചതാണ്? അവർ കാണുന്ന റീൽസുകളിൽ, അവർ ബന്ധപ്പെടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ആരൊക്കെയോ പടച്ചുവിട്ട പുതിയ പുതിയ മോഡലുകളുടെ പിന്നിൽ നമ്മുടെ മക്കൾ പോകുമ്പോൾ അത് ത്വാഗൂത്താണ്. അല്ലാഹ്ക്ക് പുറമെ പിൻപറ്റപ്പെടുന്നവൻ, അല്ലാഹ്ക്ക് പുറമെ അനുസരിക്കപ്പെടുന്നവൻ, അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിന് പുറമെ അനുസരിക്കപ്പെടുന്നവൻ, അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവൻ, അവരൊക്കെ ത്വാഗൂത്താണ്. ആ ത്വാഗൂത്തിനെ നിങ്ങൾ വെടിയണം. എന്നിട്ട് അള്ളാഹനെ മാത്രം ആരാധിക്കണം, എന്നെ മാത്രം അനുസരിക്കണം. നബിമാരുടെ പ്രബോധനം. നിങ്ങൾ ത്വാഗൂത്തിനെ വെടിയണമെന്ന് പറഞ്ഞാൽ പിന്നെന്താ വേണ്ടത്? ഇനി ആരെയാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത്? ഇനി ആരെയാണ് ഞാൻ അനുസരിക്കേണ്ടത്? ഇനി ആരെയാണ് ഞാൻ മാതൃകയാക്കേണ്ടത്? അതേ, അംബിയാ പറഞ്ഞു, ഞങ്ങളെ നിങ്ങൾ പിൻപറ്റണം, ഞങ്ങളെ നിങ്ങൾ അനുസരിക്കണം. അല്ലാഹുവിൽ നിന്ന് വഹി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കണേ. ഇതല്ലേ സകല അംബിയാവും ലോകത്തുള്ള ജനങ്ങളോട് പ്രബോധനം ചെയ്തതെങ്കിൽ സഹോദരങ്ങളെ, ആ തൗഹീദിന് വിരുദ്ധമായി കൊണ്ട് ശിർക്ക് ചെയ്യുക, അഥവാ റബ്ബല്ലാത്തവനോട് പ്രാർത്ഥിക്കുക, റബ്ബല്ലാത്തവന് നേർച്ച നേരുക, റബ്ബല്ലാത്തവൻ്റെ പേരിൽ അറുക്കുക. ഇന്ന് നമ്മുടെ സമുദായത്തിൽ ഇതില്ലാതെയുണ്ടോ? ഇന്നിത് നമ്മുടെ സമൂഹത്തിൽ അന്യമാണോ? അല്ലല്ലോ, വ്യാപകമല്ലേ. അല്ലാഹുവല്ലാത്തവൻ്റെ പേരിൽ നേർച്ച നേരുന്നു. സാന്ദർഭികമായ ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ വ്യാപകമായ കാര്യമാണല്ലോ ആണ്ട് നേർച്ച എന്ന് പറയുന്ന പ്രവണത. ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളെ ആരെയും പ്രത്യേകിച്ച് വേദനിപ്പിക്കാനല്ല. നിങ്ങളത് വലിയ ആഗ്രഹത്തോടെ ചെയ്യുന്നവരുണ്ട്, പ്രതിഫലം ആഗ്രഹിച്ചും ഫലം കൊതിച്ചുമൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരല്ലേ മുസ്ലിങ്ങളെ നമ്മൾ? മുഹമ്മദുൻ റസൂലുള്ള പറയുന്നവരല്ലേ നമ്മൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹൻ റബ്ബ് മാത്രമെന്നല്ലേ? മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാലോ? മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിൻപറ്റപ്പെടേണ്ടവൻ റസൂല് മാത്രം, പിൻപറ്റപ്പെടേണ്ടവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം എന്ന് പറഞ്ഞാൽ അവിടുന്ന് പഠിപ്പിച്ചത് മാത്രമേ ഞാൻ ആരാധനയായി ചെയ്യാൻ പാടുള്ളൂ. അവിടുന്ന് പഠിപ്പിച്ചത് മാത്രമേ ഞാൻ അല്ലാഹുവിനുള്ള ആരാധനയായി സമർപ്പിക്കാൻ പാടുള്ളൂ. അവിടുന്ന് പഠിപ്പിച്ച രൂപത്തിൽ മാത്രമേ ഞാൻ വേഷം ധരിക്കാൻ പാടുള്ളൂ, സംസാരിക്കാൻ പാടുള്ളൂ. അവിടുന്ന് പഠിപ്പിച്ച രൂപത്തിലേ ഞാൻ സമ്പാദിക്കാൻ പാടുള്ളൂ. അവിടുന്ന് വിലക്കാത്തതേ ഞാൻ പഠനമേഖലയിൽ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അവിടുന്ന് പഠിപ്പിച്ച രൂപത്തിലേ എൻ്റെ വാഹനം ഞാൻ ഓടിക്കാൻ പാടുള്ളൂ. തുടങ്ങി ഈ എല്ലാ വിഷയത്തിലും അനുസരിക്കപ്പെടാനും പിൻപറ്റപ്പെടാനും യോഗ്യൻ അല്ലാഹുവിൻ്റെ റസൂല് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടാൻ യോഗ്യൻ അല്ലാഹ് മാത്രം, പിൻപറ്റപ്പെടാൻ യോഗ്യൻ റസൂല് മാത്രം. ഇതാണല്ലോ ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത്. എങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന് വേണ്ടി നാം ചെയ്യേണ്ട നിസ്കാരം പോലെ, നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾ പഠിപ്പിച്ചപ്പോ ആ ഇബാദത്തുകളുടെ ഒരു ലിസ്റ്റിലും നമുക്ക് കാണാൻ സാധ്യമല്ലാത്ത ആരാധനാ കർമ്മമാണ് ഈ ആണ്ട് നേർച്ച എന്ന് പറയുന്നത്. ബദരീങ്ങളുടെ പേരിൽ വർഷം മുമ്പേ പോത്തിനെ നേർച്ചയാക്കുന്നവരുണ്ട്. ഈ വർഷത്തെ റമദാൻ 17 ഒരു പോത്തിനെ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. എന്തിനാണ് നേർച്ചയാക്കിയത്? അതേ, എൻ്റെ രോഗം മാറാൻ
മകന് ജോലി കിട്ടാൻ, ആഗ്രഹം സഫലമാവാൻ, എൻ്റെതായ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ, അതേ ഈ റമദാൻ 17 ബദരീങ്ങളുടെ ആണ്ടി ഞാൻ ഒരു പോത്തിനെ നേർച്ചയാക്കുന്നു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ നമ്മോട് റബ്ബ് സംസാരിച്ചത് എവിടെയാണ്? ഇങ്ങനെയൊരു നേർച്ചയെക്കുറിച്ചല്ല, നേർച്ചയെക്കുറിച്ചല്ല പറഞ്ഞിട്ടുണ്ട്. ആ നേർച്ച അല്ലാഹുക്കുള്ളതാണ്, അതിനെക്കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ആണ്ട് നേർച്ചയെക്കുറിച്ച് അല്ലാഹ് ഖുർആനിൽ എവിടെയും പരാമർശിച്ചിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. എന്താണ് ആണ്ട് നേർച്ചകളിൽ സംഭവിക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, പറയാതിരുന്നിട്ടും കാര്യമില്ല എന്ന അവസ്ഥയല്ലല്ലോ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കൂ. നിങ്ങൾക്ക് തിരുത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, പരിശോധിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്ന വിഷയമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ആണ്ട് നേർച്ചകളുണ്ട്. അഥവാ ഓരോ നാടുകളിൽ പ്രചരിക്കപ്പെട്ടിട്ടുള്ള ജാറങ്ങളുണ്ട്. ആ ജാറ കമ്മിറ്റി അവിടെ ഒരു നേർച്ച വിളിക്കുന്നു, തീയതി പ്രഖ്യാപിക്കുന്നു. എന്താണ് ആ തീയതിയിലുള്ളത്? ഇന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ ആണ്ട് നേർച്ച നടക്കാൻ പോകുന്നു, ജാറത്തിൻ്റെ ഉറൂസ് നടക്കുന്നു, ആണ്ട് നേർച്ച നടക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തും. ആ പ്രഖ്യാപനം ഒന്നാകെ മാലോകർക്കിടയിൽ വിളംബരം ചെയ്യപ്പെടും. ആ വിളംബരം ചെയ്യുന്ന സമയത്ത് ആ തീയതി പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുന്ന ചില ആളുകളുണ്ടാകും. എന്താ ഒരു നോട്ട് ചെയ്ത് വെക്കുന്നത്? കാരണം എന്താ? ഒരു വിചാരിച്ചിട്ടുണ്ടാവും മമ്പർത്തെ നേർച്ചൻ്റെ അന്ന് എനിക്കൊരു രോഗമുണ്ട്, ആ രോഗം മാറിയാൽ ഞാൻ മമ്പർത്തെ നേർച്ച, ആ മമ്പർത്തൊരു ജാറ മൂടാന്ന് നേർച്ച ചേർന്നിരിക്കുന്നു. അപ്പോൾ എന്നാണോ നേർച്ച കമ്മിറ്റി നേർച്ച വിളിക്കണത് അന്ന് പോയിട്ട് വേണം ജാറ മൂടാൻ. അന്ന് പോയിട്ട് വേണം ഞാൻ അവിടെ എന്താണോ 60 യാസീനാണെങ്കിൽ 60 യാസീൻ അവിടെ നേർച്ച വീട്ടണമെങ്കിൽ ഇവരന്ന് നേർച്ച വിളിക്കും. ആ നേർച്ച വിളിക്കുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് ആ നേർച്ച വീട്ടുന്ന ഇങ്ങനെ ഒരു ആചാരം നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ടുണ്ട്. അവിടെ നമ്മൾ ചിന്തിക്കുക, ഈ നേർച്ച കമ്മിറ്റി അനൗൺസ് ചെയ്യുമ്പം ഇവരുടെ മനസ്സിലാ ഞാൻ അങ്ങനെ ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആ തീയതികളിൽ കുടുംബമൊക്കെ ഒത്ത് അവരവിടെ പോവുകയാണ്. അവിടെ പോയിട്ട് അന്നദാനമായിട്ടോ ജാറമൂടലായിട്ടോ യാസീനോത്തായിട്ടോ ഒക്കെ നേർച്ച നേരുന്നു. ആ നേർച്ച സ്വീകരിക്കാൻ ആളുകളുണ്ട്. അവിടെ വിതരണം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ ആളുകൾ വരും. അവിടെ നേർച്ചയുടെ മഗ്‌രിബിന് ശേഷം വാളുണ്ടാവാറുണ്ട്. അങ്ങനെ നേർച്ചയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുമൊക്കെ നടക്കും. ചിലയിടത്തൊക്കെ ആനയെ കൊണ്ടുവരും. അപ്പോൾ ആനയെ കൊണ്ടുവരാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ചിലർ പറയും. അങ്ങനെ എല്ലാം കൂടിയൊക്കെ ആയിട്ട് ഈ നേർച്ച എന്ന് പറയുന്നത്, ആണ്ട് നേർച്ച എന്ന് പറയുന്നത് നമ്മുടെ സമുദായത്തിൻ്റെ ഒരു ചിഹ്നമാണ്. ആണ്ട് നേർച്ച ഒരു രാത്രിയിൽ വിളംബരം ചെയ്യപ്പെട്ടാൽ അന്ന് നിയമപാലകർ അവിടെ എത്തുന്നു. റോഡിലെ വാഹനങ്ങളുടെ തിരക്ക് കുറക്കാൻ അവർ നേരത്തെ ഒരുങ്ങി നിയന്ത്രിക്കുന്നു. അതിനനുസരിച്ച് റൂട്ടുകളൊക്കെ തയ്യാറാക്കി തിരിച്ചുവിടുന്നു. എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ചിഹ്നമായി, മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ശിആറായിക്കൊണ്ട് ഇന്ന് നേർച്ച, ആണ്ട് നേർച്ച വ്യാപകമായിട്ടുണ്ട്. പക്ഷേ അത് അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല. ആ നേർച്ച കൊണ്ട് അത് ചെയ്യുന്നവൻ ഉദ്ദേശിച്ചത് നേർച്ച ചേരുന്ന ഷെയ്ഖാരാണോ, ബദരീങ്ങളാണോ, മമ്പറത്തെ തങ്ങളാണോ? ആ തങ്ങൾ എനിക്ക് രക്ഷ നൽകണം, തങ്ങൾ എനിക്ക് പാപം പൊറുത്തു തരണം, തങ്ങൾ എനിക്ക് സൗഖ്യം നൽകണം, തങ്ങൾ എൻ്റെ രോഗം ശമിപ്പിക്കണം, ബദരീങ്ങൾ എൻ്റെ വീടിനെ കാക്കണം, എൻ്റെ മക്കളെ കാക്കണം എന്നാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിന് വിരുദ്ധമാണ്. ആരാധന റബ്ബല്ലാത്തവന് തിരിച്ചുവിടലാണ്. അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ച് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന വിളിക്കവൻ യോഗ്യനല്ല. ഇനി അഥവാ അവൻ ഉദ്ദേശിക്കുന്നത് ഈ നേർച്ച കൊണ്ട് ബദരീങ്ങൾക്ക് കൂലി കിട്ടട്ടെ, മമ്പറത്തെ തങ്ങൾക്ക് കൂലി കിട്ടട്ടെ, മമ്പറത്തെ തങ്ങളെ ഞാൻ സ്നേഹിച്ചതിൻ്റെ ഭാഗമായി റബ്ബെന്നെ പരിഗണിക്കട്ടെ എന്നതാണ് അവൻ ഉദ്ദേശിച്ചതെങ്കിൽ അത് ശിർക്കല്ല. പക്ഷേ അത് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന പരാമർശത്തിന് വിരുദ്ധമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ലേ ദീനാവുകയുള്ളൂ. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ. ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ്, എന്താവും പറയുന്നത്? ഈ ശക്തമായ ചൂടിൻ്റെ കാലഘട്ടത്തിൽ, ശക്തമായ ചൂടിൻ്റെ സന്ദർഭത്തിൽ നോമ്പ് നോൽക്കുമ്പോൾ പകലിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും 3 നേരം ഒരു മുറുക്ക് വെള്ളം കുടിക്കാം എന്നൊരാൾ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. നല്ല ചൂടാണ്, നല്ല ചൂടായതുകൊണ്ട് റമദാൻ്റെ പകലിൽ ഏതെങ്കിലും ഒരു 3 നേരത്തെ, 4 ആവാൻ പാടില്ല,
4 പാടില്ല, 1 2 3 4 പാടില്ല. 1 മുറുക്ക് വെള്ളം ഇഷ്ടമുള്ള നേരത്ത് കുടിക്കാം, അത് അനുവദനീയാണ് എന്നൊരാളാണ് പറഞ്ഞു. നമ്മളെന്താ പറയാ? ഇജ്ജ് പോയി പണി നോക്കടാന്ന് പറയും. എന്തുകൊണ്ട്? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണ് നോമ്പ്. നോമ്പ് നോറ്റോന്ന് പറഞ്ഞിട്ട് റസൂൽ അങ്ങ് പോയില്ല. എങ്ങനെ നോൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മൾ നിസ്കരിക്കാന്ന് പറയുമ്പോൾ എന്താ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതുവരെ ചെയ്യാത്ത പല കാര്യങ്ങളും നാം ചെയ്യലല്ലേ നിസ്കാരമെന്ന് പറയുന്നത്. അതുവരെ എനിക്കങ്ങോട്ടും തിരിയാമായിരുന്നു, ഇനി ഞാൻ പടിഞ്ഞാട്ടേ തിരിയുന്നുള്ളൂ. എനിക്കെന്തും സംസാരിക്കാമായിരുന്നു, ഇനി ഞാൻ ചില ദിക്റുകളെ പറയൂ, ചില സൂറത്തുകളെ ഓതൂ. അതുപോലെ അതുവരെ ചെയ്യാത്തൊരു അല്ലാഹു അക്ബർ, അതുവരെ ഓതാത്തൊരു ഫാത്തിഹ, അതുവരെ ചെയ്യാത്തൊരു റുക്കൂ, അതുവരെ ചെയ്യാത്തൊരു സുജൂദ്, അതുവരെ ചെയ്യാത്തൊരു ഇരുത്തം, അതൊക്കെയല്ലേ ഞാൻ നിസ്കാരത്തിൻ്റെ ഒരു 5, 6, 7, 8 മിനിറ്റൊക്കെ നിർവഹിക്കുന്നത്. എന്നാൽ നോമ്പ് നാം നിർവഹിക്കുമ്പോൾ എന്താ നാം നോമ്പിൽ ചെയ്യുന്നത്? നോമ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? സത്യത്തിൽ നോമ്പിൽ ചെയ്യാനൊന്നുമില്ല. അതുവരെ ചെയ്തിരുന്നത് നിർത്തലാക്കിയാൽ മതി. അതുവരെ ഞാൻ ഭക്ഷണം കഴിച്ചു, ഇനി അത് കുറച്ച് സമയത്തേക്ക് നിർത്തണം. അതുവരെ ഞാൻ വെള്ളം കുടിച്ചു, കുറച്ച് സമയത്തേക്ക് അത് നിർത്തണം. അതുവരെ ഭാര്യ ഭർത്തൃബന്ധം അനുവദനീയമാണ്, ഇനി കുറച്ച് സമയത്തേക്ക് അത് പാടില്ല. ഈ 3 കാര്യങ്ങളാണ് നോമ്പിന്റെ പകലിൽ ഞാൻ ഒഴിവാക്കേണ്ടത്. അത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വകുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലകുമുൽ ഖൈതുൽ അബ്യദു മിനൽ ഖൈതിൽ അസ്വദി മിനൽ ഫജ്രി സുമ്മ അതിമ്മുസ് സിയാമ ഇലൽ ലൈലി. ഫജ്ർ വരെ, പ്രബോധോദയം വരെ, പ്രഭാതോദയം വരെ നിങ്ങൾ തിന്നോ കുടിച്ചോ. അത് കഴിഞ്ഞാൽ മഗ്രിബ് വരെ നിങ്ങൾ നോമ്പിലാവണം. പിന്നെ തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പരാമർശത്തിന് വിരുദ്ധമല്ലേ റമദാനിൻ്റെ പകലിൽ 1 മുറുക്ക് 2 മുറുക്ക് 3 മുറുക്ക് വെള്ളം കുടിക്കൽ അനുവദനീയമാണെന്നൊരു ഒരാൾ പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കുമോ? നമ്മൾ അംഗീകരിക്കൂല. അത് നമ്മൾ അംഗീകരിക്കൂല എന്നാണെങ്കിൽ എന്താ അംഗീകരിക്കാത്തതിൻ്റെ കാരണം? ഒരാൾ വന്നിട്ട് പറഞ്ഞു, സുബ്ഹി നിസ്കാരം എത്രയോ നല്ല സമയത്ത് നമ്മൾ നിർവഹിക്കുന്നതല്ലേ, അതുകൊണ്ട് നമുക്കെന്താക്കാം, ആ സുബ്ഹിയുടെ ആ സമയത്തിൻ്റെ ബറക്കത്ത് പരിഗണിച്ചുകൊണ്ട് നമ്മുടെ പള്ളിയിൽ ഇനി മുതൽ 3 റക്അത്താക്കാം, ഇനി മുതൽ 4 റക്അത്താക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അംഗീകരിക്കുമോ? അംഗീകരിക്കൂല. എത്ര നല്ല ഇബാദത്താണ് സുജൂദ്. റബ്ബിനോട് നാം കൂടുതൽ അടുക്കുന്ന സന്ദർഭമല്ലേ, അതെന്തിനാ 2 ചുരുക്കുന്നത്? ഇനി മുതൽ ഞാൻ എല്ലാ റക്അത്തിലും 4 സുജൂദ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ? അംഗീകരിക്കൂല. നമ്മൾ ഗ്രഹണ നിസ്കാരം നിർവഹിക്കലുണ്ട്. ഗ്രഹണ നിസ്കാരം, ഈ ഗ്രഹണ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യഗ്രഹണോ ചന്ദ്രഗ്രഹണോ ബാധിച്ചാൽ നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, നിസ്കരിക്കണതാ. എന്താ ഗ്രഹണ നിസ്കാരത്തിന് സാധാരണ നിസ്കാരത്തിന് വ്യത്യാസം? ഗ്രഹണ നിസ്കാരത്തിൽ നിന്ന് സാധാരണ നിസ്കാരത്തിൽ നിന്ന് ഗ്രഹണത്തിനുള്ള പ്രത്യേകത, ഗ്രഹണ നിസ്കാരത്തിൽ 2 റുക്കൂ ഉണ്ട്. 2 റുക്കൂ. നമ്മൾ ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു, ആ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റുക്കൂ ചെയ്യും. റുക്കൂ ചെയ്തിട്ട് പിന്നെ നമ്മൾ സമി അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ ലക്കൽ ഹംദ് അത് ഇക്റാണ്ട് ചൊല്ലിയിട്ട് പിന്നെ ഫാത്തിഹ ഓതും, പിന്നെ സൂറത്ത് ഓതും, എന്നിട്ട് വീണ്ടും റുക്കൂ ചെയ്യും. അങ്ങനെ ഒരു റക്അത്തിൽ 2 റുക്കൂ. ഇത് കാണുമ്പോൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ, ഇതെന്താ പതിവിന് വിപരീതമല്ലേ, ഇതെന്താ ഒരു 2 റുക്കൂ? നമ്മൾ ഇത്രയും കാലം നിസ്കരിച്ചത് 2 റുക്കൂ ഇല്ലല്ലോ, 1 റുക്കൂ അല്ലേ? അപ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുക്കും. എന്താ ഉസ്താദ് പറയാ? ഉസ്താദ് പറയും, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്, ഗ്രഹണ നിസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. ചിലപ്പോൾ നിസ്കാരത്തിന് മുമ്പ് ഇമാം അത് പ്രത്യേകം ഓർമ്മിപ്പിക്കും. 2 റുക്കൂ ഉണ്ട്. ആ റുക്കൂയിൽ 1-ാമത്തെ റുക്കൂ നിർബന്ധമാണ്, 2-ാമത്തെ റുക്കൂ സുന്നത്താണ്. അങ്ങനെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ പെരുന്നാൾ നിസ്കാരം 7 തക്ബീറാണ് 1-ാമത്തെ റക്അത്തിൽ, 5 തക്ബീറാണ് 2-ാമത്തെ റക്അത്തിൽ. ഇത് കാണുമ്പോൾ വിവരമില്ലാത്തൊരാൾ ചോദിക്കുകയാണ്, ഇതെന്താ ഒരു പതിവില്ലാത്ത കോലം, ഒരു പുതിയ രൂപം? ഉസ്താദ് പറഞ്ഞു കൊടുക്കും, ഈ പുതിയ രൂപമാണ് ഈദ് നിസ്കാരത്തിൻ്റെ പ്രത്യേകത. കാരണം ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതേപോലെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക.
അങ്ങനെ വിലയിരുത്തി നോക്കുമ്പോൾ ഞാൻ പറയാണ്, ഉറപ്പിച്ച് പറയാണ്, ആണ്ട് നേർച്ചക്ക് റസൂൽ അങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആണ്ട് നേർച്ച നടത്തേണ്ടത് എന്നതിന് ഒരു വിധിയോ ഒരു വിലക്കോ ഖുർആനിലും ഇല്ല, ഹദീസിലും ഇല്ല. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റൂല. ആളുകൾ റമദാനായി കഴിഞ്ഞാൽ നോമ്പുറപ്പിക്കും. നിങ്ങൾക്ക് അവനാൻക്കാണ് നോമ്പുറന്നാൽ പോലെ എന്തിനാ കുടുംബത്തിനും വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ വിളിച്ച് നോമ്പുറപ്പിക്കുന്നത് എന്നൊരാൾ ചോദിച്ചാൽ അവിടെ നമ്മൾ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ഫത്തറ സായിമ, നോമ്പ് ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പുറപ്പിച്ചാൽ അവൻ അതുപോലത്തെ പ്രതിഫലമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഭാഗമാണ്. അത് കുടുംബക്കാരനെ വിളിച്ച് നോമ്പറപ്പിക്കലോ അതിൽ പെടും. അതുകൊണ്ടാണ് ഞാൻ കുടുംബക്കാരെ വിളിക്കുന്നത്, നാട്ടുകാരെ വിളിക്കുന്നത്, പള്ളിക്ക് നോമ്പറപ്പിക്കുന്നത്, എൻ്റെ വീട്ടിലേക്ക് പലരും വിളിക്കുന്നത്, അയൽവാസിയാളി നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്നൊരു പ്രത്യേകമായ ആളുകൾ വിളിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു. ഇതിനെന്താ ഇപ്പോൾ കുഴപ്പം എന്ന് ചോദിച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല. എന്തേ കാര്യം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ റമദാനിൻ്റെ 17 ബദരീങ്ങളുടെ പേരിൽ ഒരു ആണ്ട് അടക്കുകയാണ്. അന്ന് കുറേ പോത്തിനെ കൊണ്ടുവരുന്നു, ആ പോത്തിനെ അറുക്കുന്നു, ആ അറുത്തിട്ട് അതിൻ്റെ പത്തിരി ആളുകൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു, എന്നിട്ട് അവർ അതിൽ നിന്ന് കുറച്ച് മാംസം സ്വീകരിക്കുന്നു, അതേറ്റ് വീട്ടിൽ പോകുന്നു. അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ കാണാം അത് വേവിക്കാതെ പൊതിയാക്കി എല്ലാ വീട്ടിലും എത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇത് എന്താ ഏർപ്പാട്? അപ്പോൾ പറയും അത് ബദരീങ്ങൾ ആണ്ടാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ആരാണ് ഇപ്പോൾ അത് പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഏത് ഹദീസിലാണ്? അപ്പോൾ അതിന് ഹദീസ് കാണാനില്ല, അതുകൊണ്ട് നമ്മളത് ചെയ്യണില്ല. അതേ സന്ദർഭത്തിൽ കുറച്ചും കൂടി അപ്പുറത്ത് കണ്ട് പോയി, ഒരു ദുൽഹിജ്ജ 10 അന്ന് നമ്മൾ ഈദ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കാണാം കള്ളിമുണ്ടും തോർത്തൊക്കെ എടുത്തിട്ട് വരുന്നു, എന്നിട്ട് പോത്തിനെ കറക്കുന്നു, അറുത്തിട്ട് വിതരണം ചെയ്യുന്നു. അതിൻ്റേതായ കോലാഹലങ്ങളും അതിൻ്റേതായ തിരക്കൊക്കെയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുക, അല്ല അപ്പോൾ ഇതെന്താ ഏർപ്പാട്? അപ്പോൾ നമ്മൾ പറയും, അതാണ് ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞ ഏർപ്പാട്. അതെന്തൊരു ഏർപ്പാടാണ്? അത് റസൂലിനെ പഠിപ്പിച്ചൊരു ഏർപ്പാടാണ്. എന്ന പോലെ ഈ ബദരീങ്ങളാണ്ടിൻ്റെ അറവിന് ഏതൊരു രേഖയാണ് നമുക്ക് പറയാനുള്ളത്? ഇല്ല എങ്കിൽ അത് വേണ്ട. ഉളുഹിയ്യത്തിന് പറയാനുണ്ടെങ്കിൽ അത് വേണം. പഠിപ്പിച്ചതിലൊക്കെ നമുക്ക് ആവേശം വേണം, പഠിപ്പിക്കാത്തതിലൊട്ടും ആവേശവും വേണ്ട. ആ രൂപത്തിലാണ് നമ്മുടെ പരിശുദ്ധ റമദാനും അല്ലാത്തതുമായ ഏത് രംഗത്തും നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ഇപ്പോഴും സൂറത്തുൽ ബഖറയുടെ ആയത്തിൻ്റെ യാ അയ്യുഹല്ലദീന ആമനു വിട്ടിട്ടില്ല. യാ അയ്യുഹല്ലദീന ആമനു എന്ന ആ വിളിക്ക് നമ്മൾ അങ്ങ് യോഗ്യമാവണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം, മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നത് അംഗീകരിക്കണം. ആ സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിയിൽ നമ്മൾ ഒതുങ്ങുകയുള്ളൂ. അങ്ങനെ ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നാൽ നമുക്ക് ബാക്കി കേൾക്കാം. അത് റെഡി ആണ് എന്നുണ്ടെങ്കിൽ എന്നാൽ നമുക്ക് ബാക്കി കേൾക്കാം. എന്താ ബാക്കിയിൽ അല്ലാഹ് പറയുന്നത്? കുതിബ അലൈക്കുമുസ്സിയാമു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കണം, നോമ്പെടുത്തേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തൊട്ടടുത്ത ശേഷമുള്ള ആയത്തിൽ പറയുന്നുണ്ട്, അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, ഫമൻ ഷഹിദ മിൻകുമുശ്ശഹറ ഫൽയസുംഹു. ഈ പരിശുദ്ധ റമദാനിൽ ആര് ഹാജറായോ ആരോഗ്യത്തോടെ, അതുപോലെ നാട്ടിലായിക്കൊണ്ട് റമദാനിൽ ആര് ഹാജറായോ അവർ നോമ്പെടുത്തു കൊള്ളണം. വേറെ വർത്താനല്ല, നോമ്പെടുത്തോളണം. എന്താ അങ്ങനെ പറയണേ? ഞങ്ങൾ നോമ്പെടുക്കൂല എന്ന് സഹാബികളാരെയും പറഞ്ഞിരുന്നോ? ഇല്ല. പിന്നെ എന്തിനാ പറഞ്ഞതെന്നറിയോ? അതിന് നമ്മൾ നോമ്പിൻ്റെ ഒരു ചരിത്രം അറിയണം. സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഒരു ചരിത്രം അറിയാമെന്നുള്ള രൂപത്തിൽ നമ്മളിപ്പോൾ ഇന്ന് നോമ്പ് വലിക്കുന്ന രൂപം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിന്ന് നോമ്പ് വലിക്കുക എന്ന് പറഞ്ഞാൽ അത്താഴത്തിന് നീക്കും, എന്നിട്ട് വല്ലോ അത്താഴം കഴിക്കും, എന്നിട്ട് ഫജ്ർ വരെ തിന്നാന്നുള്ളൊരു പെർമിഷനിൽ നമ്മൾ വെള്ളം കുടിക്കുക, മരുന്ന് കുടിക്കുക, അതൊക്കെ ആ ഫജ്ർ വരേക്ക് ഇങ്ങനെ കാക്കും. ചിലവർ ആ ഫജ്റിൻ്റെ തൊട്ട് മുമ്പ് സമയമായോ വെച്ചിട്ട് ക്ലോക്കിൽ നോക്കി അയക്കണ ഉമ്മ മരുന്ന് കുടിച്ചോ എന്ന് പറഞ്ഞാൽ ആ ഉമ്മ മരുന്നാണ്ട് കുടിക്കും. അല്ലെങ്കിൽ ഒരു ഗ്ലാസും കൂടിയാണ്ട് വെള്ളം കുടിക്കട്ടെ, അത് കുറച്ചും കൂടി ആ ഫജ്റിനോടാണ്ട് അടുപ്പിച്ചൊരു ഗ്ലാസും കൂടി വെള്ളം കുടിക്കട്ടെ. എന്തേ അത് അപ്പം വരെ അത്താഴം കഴിക്കാമെന്നാണല്ലോ. അത് കഴിഞ്ഞ് ഫജ്ർ ആയാൽ പിന്നെ നമ്മൾ ഒരു ഉമിനീരിറക്കണോടത്തും കൂടി ശ്രദ്ധിക്കും. വുളു എടുക്കുമ്പോൾ വായിൽ കൊപ്പിളിക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കും. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ റമദാനിൻ്റെ ആ പകലിൽ മുഴുവനും ഭക്ഷണം കഴിക്കാതെ, അതുപോലെ വെള്ളം കുടിക്കാതെ, ശാരീരിക ഭാര്യ ഭർത്തൃ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഫജ്ർ മഗ്‌രിബ് വരെ നമ്മൾ കാത്തിരിക്കും. മഗ്‌രിബാണ്ടായാൽ നമ്മൾ നോമ്പാണ്ട് തുറക്കും. ഇതാണല്ലോ നമ്മുടെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ഇത് നോമ്പിൻ്റെ പരിവർത്തനത്തിൻ്റെ 3ാമത്തെ രൂപമാണ്. നോമ്പ് ആദ്യം എങ്ങനെയായിരുന്നു? നോമ്പ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്തിൽ നോമ്പ് ആദ്യം ആക്കിയ സമയത്ത് അല്ലാഹ് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയായിരുന്നു, ചോയ്സ് കൊടുക്കുക.
ഒന്നുങ്ക നോമ്പ് കൊടുക്കുക അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക എന്നാ. ഒന്നുങ്ക നോമ്പ് കൊടുക്കുക. ആര്? ആരോഗ്യമുള്ള, നോമ്പിൻ്റെ പകലിൽ ഒരു കുഴപ്പമില്ലാത്ത ആരോഗ്യദൃഢഗാത്രരായ വ്യക്തിക്ക് വരെ എന്ത് ചെയ്യാം? ഒന്നുങ്ക നോമ്പ് കൊടുക്കുക അല്ലെങ്കിൽ നോമ്പ് നോൽക്കണ്ട, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, പക്ഷേ അതിന് പകരം സാധുവിനൊരു ഭക്ഷണം കൊടുക്കണം, മുദ്ദ് കൊടുക്കുക എന്ന് പറയും. ഇങ്ങനെയായിരുന്നു ആദ്യം. ഇഷ്ടമാണ്, ചോയ്സ് ആയിരുന്നു. ഇതെവിടെ പറയുന്നു? അള്ളാഹ് നമ്മളോട് പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ 284 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. ആരോഗ്യമുള്ള വ്യക്തിക്ക് ഒന്നുകിൽ നോമ്പെടുക്കാം അല്ലെങ്കിൽ ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കാം. ഇതായിരുന്നു ഓപ്ഷൻ. പിന്നെയാണ് അള്ളാഹ് പറഞ്ഞത് അതിന് പറ്റൂല. ഇനി ആരെങ്കിലും റമദാൻ മാസത്തിൽ ആരോഗ്യത്തോടെ നീ ജീവിച്ചിരിപ്പുണ്ടോ, അവരൊക്കെ നോമ്പ് തന്നെ നോറ്റോളണം. ഒന്നുകിൽ നോമ്പ് അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കൽ ഓപ്ഷൻ എടുത്ത് കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അതോടുകൂടി ഇനി പറ്റൂല. അതെന്താ വെച്ചാൽ മുസ്ലിങ്ങൾക്ക് പലർക്കും പരിചയമില്ലായിരുന്നു ഈ ഒരു പകലിൻ്റെ ഒരു സമയം വരെ പട്ടിണി എടുക്കൽ. വലിയ മനുഷ്യന്മാരായിക്കണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ശീലമില്ലാത്തതുകൊണ്ട് അള്ളാഹു അവരെ ശീലിപ്പിക്കുകയാണ്. ശരീഅത്തിൻ്റെ മർത്തവകളാണ്, അതിന് ശീലിപ്പിച്ചു. ഇനി റമദാനാണ്ടായ നോമ്പെന്നെ പറ്റുള്ളൂ, വേറെ അളവൊന്നുമില്ല. അങ്ങനെ നോമ്പ് വിൽക്കാൻ പറ്റാത്ത ആളുണ്ടെങ്കിൽ ഓർക്ക് പറ്റും. ആരാ ഈ നോമ്പ് വിൽക്കാൻ പറ്റാത്ത ആൾ? നോമ്പ് വിൽക്കാൻ പറ്റാത്ത ആൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അന്നും നോൽക്കാൻ പറ്റണില്ല, പിന്നെ കള കിട്ടാനും പറ്റണില്ല. അതാരാ? ഒന്നുകിൽ വാർദ്ധക്യത്തിലേക്ക് എത്തിയ ആരോഗ്യം നശിച്ച വ്യക്തികൾ, ഓർക്ക് നോമ്പ് വിൽക്കണ്ട, ഓർക്ക് മുദ്ദെടുത്താൽ മതി പറയും. അതല്ലെങ്കിൽ മാറാരോഗി, ഇനിയൊരു തിരിച്ചുവരവിന് പ്രതീക്ഷയില്ലാത്ത ആളുകൾ, അവർക്ക് ഇനി നോമ്പ് നോൽക്കണ്ട, നിങ്ങൾ മുദ്ദെടുത്താൽ മതി എന്ന് പറയും. ഇതല്ലാത്തവരൊക്കെ അന്ന് നോൽക്കണം, ഞാൻ അന്ന് രോഗിയാണെങ്കിൽ നോമ്പ് ഒഴിവാക്കിക്കോ, പിന്നെ കള വീട്ടിക്കൊള്ളണം, ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ അപ്പോഴും ഇസ്ലാമിലെ നോമ്പ് എന്തായിരുന്നു എന്നറിയോ? അത്താഴില്ലാത്ത നോമ്പേനും. മനസ്സിലാക്കണം. അത്താഴം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഉറങ്ങുന്നു, പിന്നെ പുലർച്ചെ ഫജറിൻ്റെ മുമ്പ് എഴുന്നേൽക്കുന്നു, എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു, അതിന് അത്താഴെന്ന് പേരിടുന്നു, അത്താഴത്തിൻ്റെ സുന്നത്ത് നിയത്താക്കുന്നു, എന്നിട്ട് നമ്മൾ ഫജറിൻ്റെ മുമ്പായി അത് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയാണല്ലോ. എന്നാൽ ഇസ്ലാമിൻ്റെ പഴയ നോമ്പ് എന്തായിരുന്നു എന്നറിയോ? പഴയ നോമ്പിൽ ഒരാൾ എപ്പോൾ ഉറങ്ങിയോ അപ്പോൾ നോമ്പ് തുടങ്ങിയെന്നാ. അപ്പോൾ ഒരാൾ ഇശായിൻ്റെ ശേഷം 9 മണിക്കാണ്ട് ഉറങ്ങി, അയാൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇനി 9 മണിക്ക് ഉറങ്ങിയ ആൾ ഇനി ഒരു 3 മണിക്ക് നീച്ചിട്ടൊരു ഗ്ലാസ് വെള്ളം കുടിക്കൽ നോമ്പാണ്, മുറിയും, പറ്റൂലായിരുന്നു. അത്താഴില്ലായിരുന്നു ഇസ്ലാമിൽ, അത്താഴില്ലായിരുന്നു. അപ്പോൾ അത് മുസ്ലിം ഉമ്മത്തിൽ പലർക്കും വലിയ പ്രയാസമായി. ചിലർ പിന്നെ ഒരു സഹാബി പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വല്ലാതെ ക്ഷീണിതനായി വന്ന് നോമ്പ് നോറ്റിയിരുന്നു. അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തിരുന്ന് ഭക്ഷണം ഒരുക്കുന്നതിൻ്റെ ആ ഇടയിൽ ആ സഹാബി ഉറങ്ങിപ്പോയും ചെയ്തു, ഉറങ്ങിയാൽ നോമ്പ് തുടങ്ങുകയും ചെയ്തു. ഞാൻ അത്താഴത്ത് കഴിക്കാനും പറ്റൂല. അടുത്ത ദിവസം കണ്ണു തുറന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റൂല, നോമ്പാവും വേണം. അങ്ങനെ അദ്ദേഹം വീണ്ടും നോമ്പെടുത്തു. റമദാൻ്റെ പിന്നെ പകലിൽ വെച്ച് തളർന്ന് വീണു. ഇതൊക്കെ വലിയ വിഷയമായി റസൂലിൻ്റെ അടുത്തെത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ് തീരുമാനം പറയും. അങ്ങനെ നോമ്പിൻ്റെ 3ാമത്തെ പരിവർത്തനം വരുന്നു. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ഘട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉഹില്ല ലക്കും ലൈലത്തസ് സിയാമി അർറഫതു ഇലാ നിസായിക്കും എന്ന് തുടങ്ങുന്ന 186ാമത്തെ ആയത്ത് അവതീർണമാവുകയാണ്. അഥവാ ഈ പറയുന്ന സഹാബി ഭക്ഷണം കഴിക്കാതെ ബുദ്ധിമുട്ടിയ ഒരു സംഭവമുണ്ടായി. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വിഷയമുണ്ടാവുന്നു. എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലെ ആകപ്പെട്ടു. എന്തേ? അത് ഞാൻ ഉറങ്ങി ഉണർന്നതിൻ്റെ ശേഷം ഭാര്യയുമായി ബന്ധപ്പെട്ടു, എൻ്റെ നോമ്പ് ഫസാദയില്ലേ എന്നാണ്. അപ്പം ഇങ്ങനെ 2 സംഭവം ഉണ്ടായി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ അളവ് കൊടുത്തിട്ട് ആയത്തിറക്കുക. എന്താണ് ആയത്ത്? നിങ്ങൾക്ക് റമദാനിൻ്റെ രാത്രികളിൽ ഭാര്യ ഭർത്തൃബന്ധം അനുവദനീയമാണ്. അതുപോലെ ഫജ്റാവോളം തിന്നാം, കുടിക്കാം. എന്നിട്ട് മഗ്രിബ് വരെ നിങ്ങൾ നോമ്പെടുത്താൽ മതി, ഫജ്ർ മുതൽ എന്ന പുതിയ നിയമം ഇസ്ലാമിൽ നോമ്പിൻ്റെ പരിവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ, ആ ചരിത്രത്തിൻ്റെ ക്രമമാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറയുന്നത്. ഈ ചരിത്രം നമ്മൾ അറിയണം. നോമ്പിൻ്റെ ശരീഅത്തിൽ എത്രത്തോളം മുസ്ലിം ഉമ്മത്തെ അല്ലാഹ് നമ്മളെ പരിഗണിച്ചു എന്ന് നമ്മൾ അറിയണം. എങ്കിൽ ചിന്തിക്കൂ,
പരിശുദ്ധ റമദാനിൻ്റെ ഒന്നാമത്തെ രാവിൽ ധാരാളം ഹോട്ടലുകൾ ക്ലോസ് ചെയ്യപ്പെടുമ്പോൾ, ഹോട്ടലുകൾ അടച്ചു പൂട്ടുമ്പോൾ റമദാൻ സ്പെഷ്യൽ ഹോട്ടൽ തുടങ്ങുന്നു. അത് പൊരിക്കടി വിൽക്കാനല്ല, വൈകുന്നേരത്തെ നോമ്പ് തുറക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന ഹോട്ടലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആളുകളുടെ കാണാമറയത്ത് മലമുകളിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലുമൊക്കെ ഹോട്ടൽ തുടങ്ങുന്നു. അവിടെ ചെല്ലുന്നതാരാണ്? ഈ ഉമ്മത്തിൻ്റെ ആരോഗ്യമുള്ള മക്കളാണ്, ഈ ഉമ്മത്തിലുള്ള ചെറുപ്പക്കാരാണ്. റമദാനിൻ്റെ പകലിൽ അവിടെ ചെല്ലുന്നു, ഒളിച്ചും പാത്തും ചെല്ലുന്നു, ഭക്ഷണം കഴിക്കുന്നു, ആരുമറിയാതെ തൻ്റെ വയറ് നിറക്കുന്നു. നാട്ടുകാർക്കിടയിൽ അവൻ നോമ്പുകാരനാണ്, ബാത്റൂമിൽ കയറിയപ്പോൾ അവൻ വെള്ളം കുടിച്ചവനാണ്. ആ നിലക്ക് ജനങ്ങളെ പറ്റിച്ച് അള്ളാനെ പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ട് റമദാനിൻ്റെ പകലിൽ ആരോഗ്യമുണ്ടായിട്ടുകൂടി നോമ്പൊഴിവാക്കുന്നവർ, നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കുന്നവർ, അവിടെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാന്റെ കൽപ്പനയാണ് കുതിബ അലൈക്കുമുസ്സിയാം, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, അതിൽ ഒരു ഇളവുമില്ല, നോറ്റുകൊള്ളണം. ആ നോമ്പ് നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. ആരോഗ്യമുള്ളവനാണോ, നാട്ടിൽ താമസിക്കുന്നവനാണോ, ആ രണ്ട് നിബന്ധനയുള്ളത്. ഒന്ന് ആരോഗ്യം വേണം, രോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവായിക്കോ, പിന്നെ നോറ്റാൽ മതി. ഇനി നാട്ടിൽ താമസിക്കണം, യാത്രക്കാരനാണോ, ഒഴിവായിക്കോ, കുഴപ്പമില്ല. കസൂറിൻ്റെ പരിധിയിലുള്ള ഒരു യാത്ര ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് നല്ല AC കോച്ച് ട്രെയിനിലാണ് അയാൾ പോവുകയാണ്, ഒരു ക്ഷീണമില്ല തോന്നുകയാണെങ്കിലും അത് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയാണ്. നോറ്റ് കഴിച്ചിലാക്കിയാൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ എന്നാണ്. അഫ്ളൽ വേഗം നോറ്റാണ് വീട്ടലാണ്. എന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, യാത്രയാണ്, പ്രയാസമാണ് എന്നാണ് ഒഴിവാക്കും ചെയ്യുക, പിന്നെ നോറ്റ് വീട്ടിയാൽ മതി. അല്ലാത്തവനക്ക് പിന്നെ നോൽക്കുക എന്നുള്ളൊരു ഓപ്ഷനില്ല, അല്ലാത്തവനക്ക് പിന്നെ നോൽക്കുക എന്നൊരു ഓപ്ഷനില്ല. ആ രോഗിയുടെ വിഷയത്തിലേക്കാണ് ഗർഭിണിയെയും മുലയൂട്ടുന്ന സ്ത്രീയെയും ഇസ്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓർക്കും വേണമെങ്കിൽ കുട്ടിക്കോ ഗർഭിണിക്കോ അല്ലെങ്കിൽ ആ മുലയൂട്ടുന്ന സ്ത്രീക്കോ ആ കുഞ്ഞിനോ ഒക്കെ പാലിൻ്റെ വിഷയവും മറ്റുമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നാണോ, ഒരു രോഗിയുടെ വിധിയിലാണ് ഒഴിവാക്കാൻ, പിന്നെ നോറ്റ് വീട്ടിയാൽ മതി. അല്ലാത്തവനക്ക് നോമ്പ് ഒഴിവാക്കാൻ പറ്റൂലെങ്കിൽ ഈ സ്പെഷ്യൽ ഹോട്ടലുകളിൽ മുസ്ലിങ്ങളായ ഞങ്ങളെ ആൾക്കാർ നമ്മളെ പള്ളിയിൽ നമ്മളെ ഹോട്ടലിൽ വരികയാണെന്ന് ആൾക്കാർ പറയാണ്. മറ്റു മത സഹോദരങ്ങൾ, നിങ്ങളെ ആൾക്കാർ എത്രയാണ് ഞങ്ങളെ ഹോട്ടലിൽ വരണത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിൻ. ആരോഗ്യമുള്ള മുസ്ലിം ഉമ്മത്തിൻ്റെ മുസ്ലിം ചെറുപ്പക്കാർ റമദാൻ്റെ പകലിൽ നോമ്പെടുക്കണില്ല. അവനെ പിന്നെ എന്തിനാ പറ്റുക? അവൻ പിന്നെ എന്തിനാ മുസ്ലിമാന്ന് പറഞ്ഞ് നടക്കുന്നത്? ഞാൻ പറയുന്നത് യാ യുവല്ലദീനാമനു ക്ലിയറായി എന്ന് പറഞ്ഞാൽ ഓൻ ശിർക്കൊന്നും ചെയ്തിട്ടില്ല, ഓൻ ഇതുവരെ അല്ലല്ലാത്തവനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റസൂലാണ് എന്നത് തള്ളിയിട്ടില്ല, മുസ്ലിമൊക്കെ തന്നെയാണ്. ഷഹാദത്ത് നിന്ന് പൊട്ടിയിട്ടില്ല, ആ കവചം പൊട്ടിയിട്ടില്ല എന്നതൊഴിച്ചാൽ അവൻ നോമ്പെടുക്കുന്നില്ല. നോമ്പ് ഉപേക്ഷിച്ചാൽ സത്യനിഷേധിയാവൂല, കാഫിറാവൂല, ഇസ്ലാമെന്ന് പുറത്തു പോകൂല എന്നുള്ളത് കൊണ്ട് നമ്മൾ അവരെ കാഫിർ എന്ന് വിളിക്കൂല. പക്ഷെ അവനക്ക് മടിയാണ്, അവനക്ക് പട്ടിണി സഹിക്കാൻ പറ്റുന്നില്ല, അവന് നോമ്പെടുക്കാൻ താല്പര്യമില്ല. അങ്ങനെ ആളുകളുടെ മുമ്പിൽ അവൻ അത്താഴം കഴിക്കും, കൂട്ടുകാരുടെ കൂടെ ഹോസ്റ്റലുകളിലോ മറ്റോ താമസിക്കുമ്പോൾ, വിദ്യാലയങ്ങളിൽ പോകുമ്പോൾ അവൻ നോമ്പ് മുറിക്കുന്നു, വെള്ളം കുടിക്കുന്നു. ഈ പ്രവണത ഇന്ന് വ്യാപിച്ചു വരുന്നുണ്ട്. അവിടെ റബ്ബിൻ്റെ നിർദ്ദേശം നമ്മൾ ശ്രദ്ധിക്കണം, അത് അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയതാണ്. അതുപോലെ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഈ റമദാനിൻ്റെ പകലിൽ നാം ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം അത് പരിശുദ്ധ നോമ്പാണെങ്കിൽ, റമദാനിൻ്റെ രാത്രിയിൽ നാം പ്രത്യേകം ചെയ്യേണ്ട റമദാനിൻ്റെ മാത്രം രാത്രികളിൽ നമുക്ക് പ്രത്യേകം ശറആക്കപ്പെട്ട ഇബാദത്താണ് തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നത്. രാത്രി നിസ്കാരമുണ്ട്. രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് റമദാനിലും അല്ലാത്ത സന്ദർഭത്തിലുമൊക്കെയുണ്ട്. ആ രാത്രി നിസ്കാരം ശവ്വാലിലുണ്ട്, ശഅബാനിലുണ്ട്, അതിനിടക്കുള്ള റമദാനിലുമുണ്ട്. എല്ലാ മാസങ്ങളിലും രാത്രി നിസ്കാരം സുന്നത്തുണ്ട്. പക്ഷേ ആ രാത്രി നിസ്കാരം പരിശുദ്ധ റമദാനിലാകുമ്പോൾ അതിന് പ്രത്യേകത വന്നു. അതിനാണ് നാം തറാവീഹ് എന്ന പേര് പറയുന്നത്. എന്താണ് തറാവീഹ് എന്ന രാത്രി നിസ്കാരത്തിൻ്റെ പ്രത്യേകത? തറാവീഹ് എന്ന രാത്രി നിസ്കാരത്തിന് ജമാഅത്ത് പ്രത്യേകം സുന്നത്തുണ്ട്.
ശഅബാനിൽ രാത്രി നിസ്കാരത്തിന് ജമാഅത്ത് പ്രത്യേകം സുന്നത്തില്ല, ഒറ്റക്ക് നിസ്കരിക്കലാണ് സുന്നത്ത്. എപ്പോഴെങ്കിലൊക്കെ ജമാഅത്ത് പറ്റുമെന്നല്ലാതെ രാത്രി നിസ്കാരം സ്ഥിരം ജമാഅത്ത് ബിദ്അത്താണ്. എന്നാൽ സ്ഥിരം ജമാഅത്ത് സുന്നത്തുണ്ടെങ്കിൽ അത് റമളാനിലെ രാത്രി നിസ്കാരത്തിനാണ്. ആ സന്ദർഭത്തിൽ മുസ്ലിം പള്ളികളിൽ നിന്ന് എത്രയോ സുന്ദരമായ പാരായണം കേൾക്കുന്നു. പാരായണത്തിന് വേണ്ടി നല്ല നല്ല ഇമാമുമാര് നേതൃത്വം നൽകുന്നു. അതിൻ്റെ പിന്നിൽ മുസ്ലിം ഉമ്മത്ത് ആവേശത്തോടെ അണിനിരക്കുന്നു. വിശുദ്ധമായ ഖുർആനിന്റെ പാരായണം കേട്ടുകൊണ്ട് ആ നിസ്കാരം നിർവഹിക്കുന്നു. പക്ഷേ ആ സന്ദർഭത്തിലാണ് ഉപ്പിലിട്ടത് കൾച്ചർ വരുന്നത്. ഉപ്പിലിട്ട് തിന്നുക, അല്ല പാടവരമ്പത്തും മറ്റുമൊക്കെ ഒരു ഉപ്പിലിട്ടതും അതുപോലെ ഒരു മസാലക്കഞ്ഞിയും അങ്ങനത്തെ ഒരു കൾച്ചർ. എന്നിട്ട് ചെറുപ്പക്കാർ നിസ്കരിക്കുന്ന സമയത്ത് ഓൻ അവിടെ പോയി ഉപ്പിലിട്ടത് തിന്നാണ്. ചിലപ്പോഴോ ഞാൻ അറിയില്ല ഈ റമളാൻ എന്ത് ഫസാദാ വരണത് എന്ന്. ഓരോ മാച്ചുകൾ ഉണ്ടാവും, എന്തെങ്കിലും കളി ഉണ്ടാവും, ഒരു ടി വിൻ്റെ മുമ്പിലാണ്. ഓർക്ക് തറാവി ഇല്ല. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ തറാവി നിസ്കരിക്കുന്ന സമയത്ത് വല്ലാതെ വരെ ശബ്ദകോലാലോ പള്ളിൻ്റെ ഒക്കെ പുറത്ത് ഓർക്കൊക്കെ ചുറ്റിയിരിക്കാൻ പറ്റുന്ന ഒരു പ്രദേശത്ത് ഓരങ്ങനെ ഇരുന്ന് വടായി പറയുന്നുണ്ട്. അപ്പോൾ ഓരോട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ എന്താ നിസ്കരിക്കാൻ പറ്റാത്ത, നിങ്ങൾക്ക് തറാവിയൊക്കെ നിസ്കരിക്കണ്ടേ, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? ഒരു ബൈക്കുമ്മൽ കുത്തി നിന്നിട്ടാണ് വടായി പറയണത്, ഇരുന്നിട്ടൊന്നല്ല, നിന്ന് ബടായി പറഞ്ഞ ഓൽക്ക് ആ നൃത്തം നിസ്കാരം പള്ളിക്കൽ ആ നൃത്തം നിന്നിരുന്നെങ്കിൽ എത്ര ആക്കേണ്ടിയിരുന്നു, ഇബാദത്താണ്. അപ്പോൾ ഓരോട് ചോദിച്ചപ്പോൾ ഓര് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വല്ലാത്തൊരു ഗൗരവപ്പെട്ട വിഷയമാണ്, അത് ഞാൻ പറയാതിരിക്കാൻ പറ്റൂല. ഓര് പറഞ്ഞു, അത് ഞങ്ങളോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്താ ഉസ്താദ് പറഞ്ഞു? അത് ഫർള് ഖളാ ഉള്ളവന് സുന്നത്ത് നിസ്കരിക്കണ്ടാന്ന് ഉസ്താദ് പറഞ്ഞാണ്. ഫർള് ഖളാ ഉള്ളവൻ സുന്നത്ത് നിസ്കരിക്കണ്ട ഉസ്താദ് പറഞ്ഞാണ്. അപ്പോൾ തറാവി സുന്നത്തല്ലേ? സുന്നത്താണ്. എനിക്ക് കുറേ ഫർള് ഖളാ ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു. അപ്പോൾ ഉസ്താദിനോട് അന്വേഷിച്ചപ്പോഴോ ഉസ്താദ് പറഞ്ഞതല്ല, ഫർള് ഖളാ ഉള്ളവൻ സുന്നത്ത് കുറേ നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഫർള് ഖളാ വീട്ടീന്നാണ്. ഇപ്പം എന്തായി? ഖളാ വീട്ടലായിട്ട് ഇല്ലാനും സുന്നത്തോ അതും ഇല്ലാനും. ഏതായാലും ഖളാ വീട്ടലും ഇല്ല, എന്താ കഴിഞ്ഞാൽ സുന്നത്ത് അതും ഇല്ല. അപ്പോൾ ഇവിടെ വേറെ ഒരു വിഷയം നമ്മൾ പറയണം. ഈ ഫർള് നിസ്കാരം ഉപേക്ഷിച്ച ഖളാ വീട്ടലുണ്ടോ? പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായം ഉണ്ടായില്ല. ഖളാ വീട്ടലുണ്ടോ ഇല്ലയെന്ന് ഒരു വീട്ടിൽ പറഞ്ഞത് എന്താ അറിയോ? എനിക്കൊരു 3 കൊല്ലത്തെ നിസ്കാരം ഉണ്ടെങ്കിലും ഖളാ വീട്ടിക്കൊള്ളണം എന്നാ. 3 കൊല്ലത്തെ നിസ്കാരം ഉണ്ടെങ്കിലും ആ 3 കൊല്ലം ഓരോ ദിവസവും 5 വക്കത്ത് വെച്ച് അവൻ വീട്ടിക്കൊള്ളണം എന്നാ. 5 വക്കത്തും വീട്ടിക്കൊള്ളണം എന്നാ. അതിൻ്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കണ്ട, ഖളാണ്ട് വീട്ടിക്കൊള്ളണം. ഇതാണ് പണ്ഡിത ലോകത്തുള്ള ഒരു അഭിപ്രായം. ഒരു അഭിപ്രായം അനുസരിച്ച് രണ്ടാമത്തെ അഭിപ്രായം എന്താ? ഖളാ വീട്ടിട്ട് കാര്യമില്ല. കാരണം എന്താ? നിസ്കാരമെന്ന് പറയുന്നത് ഇന്ന സലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ, അല്ല നമ്മളോട് പറഞ്ഞതാണ്. അതേ മുഅ്മിനീങ്ങൾക്ക് സമയബന്ധിതമായി നിർണയിക്കപ്പെട്ട ഇബാദത്താണ് നിസ്കാരം. അതുകൊണ്ട് അതിന് തുടങ്ങുന്നൊരു സമയമുണ്ട്, അവസാനിക്കുന്നൊരു സമയമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിർവഹിച്ചോളണം. അത് വെറുതെ നഷ്ടപ്പെടുത്തിയിട്ട് ആ സമയത്ത് നിർവഹിച്ചാൽ ആ നിസ്കാരം സഹീഹല്ല, ആ നിസ്കാരം പരിഗണനീയമല്ല. ഏതുപോലെയെന്നോ ഒരാൾ ഫജ്ർ മുതൽ മഗ്രിബ് വരെ നോൽക്കേണ്ട നോമ്പ് ഇന്നത്തെ തിരക്ക് കാരണം ഞാൻ ദുഹർ മുതലേക്ക് നോമ്പ് മാറ്റിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ രാത്രി 12 മണി വരെ നോമ്പെടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. സമയത്തല്ല നോറ്റത്. ഒരാൾ അറഫയിൽ ദുൽഹിജ്ജ 9 നിൽക്കേണ്ടടുത്ത് എൻ്റെ തിരക്ക് മൂലം ഞാനിതാ ദുൽഹിജ്ജ 20 അറഫയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹജ്ജ് കിട്ടുമോ? കിട്ടൂല. അതിൻ്റെ സമയത്ത് നിർവഹിക്കണം. എന്ന പോലെയാണല്ലോ നിസ്കാരം. അതിന് സമയമുണ്ട് എന്ന് അല്ല പറഞ്ഞോ, പിന്നെ മനഃപൂർവ്വം സമയം തെറ്റിച്ചാൽ നമുക്ക് നിസ്കരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനി എന്ത് വേണം? അവൻ്റെ തൗബക്കിന് എന്താ പരിഹാരം? ഒരു പരിഹാരമില്ല. അവൻ സുന്നത്ത് വർദ്ധിപ്പിച്ചോട്ടെ, സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ. ചുരുക്കി പറഞ്ഞാൽ നിസ്കാരം ഖളാ വീട്ടണം എന്ന് പറഞ്ഞോനും ഖളാ വീട്ടണ്ട എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഒരുമിച്ച് പറയുന്നു, അവൻ നിസ്കരിക്കുക തന്നെ വേണം. ആ നിസ്കാരം ഒന്നുകിൽ ഫർള് ഖളാ വീട്ടുക എന്നതാണ് ഒരഭിപ്രായ പ്രകാരം, അല്ലെങ്കിൽ സുന്നത്ത് വർദ്ധിപ്പിക്കുക എന്ന നിലക്കാണ്. 2 കൗല് പ്രകാരവും നിസ്കരിക്കണ്ടെന്ന് കിട്ടൂല. നിസ്കരിക്കാൻ ബാധ്യതപ്പെട്ടോന് തറാവീഹ് നിസ്കരിക്കണ്ടെന്ന് കിട്ടൂല. അവൻ നിസ്കരിച്ചോളണം. ആ
സമയത്ത് ആരോഗ്യമുള്ള മുസ്ലിങ്ങളെ, നിങ്ങളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഏറെ പ്രതിഫലം വാരിക്കൂട്ടാവുന്ന നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ച പാപങ്ങൾ എത്രയാണ്. ആ പാപങ്ങളുടെ ലിസ്റ്റ് നമ്മളോട് എഴുതാൻ പറഞ്ഞ നമുക്ക് ഓർമ്മ പോലുമില്ല. പ്രായപൂർത്തിയെത്തിയത് മുതൽ ജീവിതത്തിൽ സംഭവിച്ച ചെറുപാപങ്ങളുടെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ 1 വാള്യമോ 2 വാള്യമോ 3 വാള്യമോ മതിയാകുമോ? അതൊക്കെ അള്ളാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ ബോധത്തിലുണ്ടോ, നമ്മുടെ ചിന്തയിലുണ്ടോ? അതൊക്കെ ആഖിറത്തിൽ റബ്ബ് നമ്മളെ കാണിക്കുമെന്നതിനെ കുറിച്ച് നമുക്കറിയുമോ? അവിടെ ചെന്നിട്ട് മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു കിതാബാണിത്! ചെറുതോ വലുതോ ആയ ഒരു വിഷയം പോലും ഉപേക്ഷ വരുത്താതെ ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു നാടിനെ കുറിച്ച്, ഒരു രാജ്യത്തെക്കുറിച്ച്, ഒരു പരലോകത്തെ സംബന്ധിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ നമ്മുടെ തന്നെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയ എത്രയോ എത്രയോ പാപങ്ങളെ കുറിച്ചാണ് അള്ളാന്റെ റസൂല് പറയുന്നത്. റമദാനിൽ നോമ്പെടുത്താൽ, റമദാനിൽ നിന്ന് നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഈ ഓഫർ തട്ടിത്തെറിപ്പിച്ചിട്ട് നോമ്പൊഴിവാക്കിക്കൊണ്ട് രാത്രി നിസ്കരിക്കാതെ സമയം നശിപ്പിക്കുമ്പോൾ അത് എത്ര വലിയ ഗൗരവമാണ്, എത്ര വലിയ ആപത്തിലേക്കാണ് നമ്മൾ സ്വയം ചെന്നു ചേരുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കൂ. പരിശുദ്ധ റമദാനിനെ അതിൻ്റെതായ പരിശുദ്ധിയോടെ നമ്മൾ സ്വാഗതം ചെയ്യണം. പാപിയായിക്കൊണ്ട് റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ ഞാൻ മുന്നോട്ട് പോകരുത്. റമദാനിൻ്റെ ദിനരാത്രങ്ങളിലേക്ക് ഓഫ് ചെയ്യുന്ന TV പിന്നീട് ഓണാക്കാൻ പാടില്ല. റമദാനാവുമ്പോൾ എൻ്റെ സ്റ്റാറ്റസുകളിൽ ഖുർആനായത്താണ്, ഖുർആനുമായി ബന്ധപ്പെട്ട ഉപദേശമാണ്. അത് കഴിഞ്ഞ് ശവ്വാലമ്പിളി പിറന്നാൽ വീണ്ടും എൻ്റേതായ തമാശകളുടെ റീൽസുകളാണ്. ആ രൂപത്തിൽ ഭൗതിക ചിന്തകളോ ഈ പറയുന്ന ആത്മീയ ചിന്തകളെ നശിപ്പിക്കുന്നതോ നിഷിദ്ധങ്ങളോ ആയത് ഞാൻ പ്രചരിപ്പിക്കും. റമദാനാവുമ്പോൾ പ്രത്യേകം ഒരു ഖുർആനാണ്. അങ്ങനെ റമദാൻ സ്പെഷ്യൽ ഈമാൻ അല്ലാഹ് ആവശ്യപ്പെട്ടിട്ടില്ല. ആ ആയത്ത് ഞാനൊന്ന് പരാമർശിക്കട്ടെ, പരിപൂർണമാക്കട്ടെ. അതേ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വ കൈക്കൊള്ളാൻ, തഖ്വ നേടിയെടുക്കാൻ, ആ തഖ്വയെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത് വിഖായത്തുൻ നഫ്സി അനിശ്ശിരികി വൽഅമാലിസ് സയ്യിഅതി വൽമുവാളബതു അലൽ അമാലിസ് സാലിഹാ. മഹാനായ ഇബ്നു ഹജറിൻ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ വിശദീകരിച്ചതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തൻ്റെ നഫ്സിനെ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ്, ഷിർക്ക് ചെയ്യാതിരിക്കലാണ്, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കലാണ്, അല്ലാത്തവനോട് പ്രാർത്ഥിക്കാതിരിക്കലാണ്. കഴിഞ്ഞില്ല. അതുപോലെ വല്ല അമാലി സയ്യിഅതി, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കലാണ്. അത് റമദാനിലുള്ള നോമ്പിൻ്റെ പ്രത്യേകതയാണ് എന്ന് പറഞ്ഞാൽ, റമദാനിൽ ശരിയാം വണ്ണം നോമ്പെടുത്തവൻ പിന്നെ ശവ്വാലിൽ ആ റമദാനിൽ നിർത്തിവെച്ച പാപങ്ങൾ റീഓപ്പൺ ചെയ്യൂല, അതിലേക്ക് വീണ്ടും മടങ്ങിപ്പോകൂല. നോമ്പ് കൊണ്ടവൻ തഖ്വ നേടിയെടുത്തവനാണോ? റമദാനിൽ നിർത്തിവെച്ച സിഗരറ്റ് വലി ഇനി റമദാനിൻ്റെ രാത്രിയിൽ അവൻ തുടരൂല. റമദാനിൽ സംഗീതം കേൾക്കുന്നത് നിർത്തിവെച്ചിട്ട് ഖുർആനോത്ത് കേട്ടവൻ റമദാൻ അവസാനിച്ചാൽ വീണ്ടും ആ സംഗീതത്തിലേക്ക് പോകൂല. റമദാനിൽ സിനിമ കാണുന്നത് നിർത്തിവെച്ചിട്ട് വഅദ് കേൾക്കാൻ തുടങ്ങിയവൻ ശവ്വാലെത്തിയാ വീണ്ടും സിനിമയിലേക്ക് പോകൂല. അങ്ങനെ
അങ്ങനെ ആ റമദാനിലുള്ള നോമ്പിലൂടെ അവൻ തഖ്വ നേടിയെടുത്താൽ അതിൻ്റെ പ്രതിഫലനം അടുത്ത മാസങ്ങളിലും കാണപ്പെടുന്നതാണ്, അടുത്ത റമദാൻ വരെ ഉണ്ടാവുന്നതാണ്. ഈമാനിൻ്റെ കുറവ് വീണ്ടും വരുമ്പോൾ അത് പുതുക്കാൻ അടുത്ത റമദാനിലേക്ക് അല്ലാഹുവിൻ്റെ തൗഫീഖിലൂടെ അവൻ പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശിർക്കിൽ നിന്നും പാപങ്ങളിൽ നിന്നും മനസ്സിനെ സൂക്ഷിക്കലാണ്, തടിയക്കാക്കലാണ്. വൽ മുവാലബതു അലൽ അമാലി സാലിഹാ, സൽക്കർമ്മങ്ങളിൽ മനസ്സിനെ കെട്ടിയിടലാണ്, സൽക്കർമ്മങ്ങളിൽ മനസ്സിനെ തളച്ചിടലാണ്, ശരീരത്തെ തളച്ചിടലാണ്. സൽക്കർമ്മമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതേ സൽക്കർമ്മമാവുകയുള്ളൂ. റസൂലുള്ള പഠിപ്പിക്കാത്ത യാതൊന്നും സൽക്കർമ്മമല്ല. രാവിലെ ചൊല്ലേണ്ട ദിക്ർ സൽക്കർമ്മമാണ്, റസൂലുള്ള പഠിപ്പിച്ചതാണ്. വൈകുന്നേരം ചൊല്ലേണ്ട ദിക്ർ സൽക്കർമ്മമാണ്, റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റും പ്രാർത്ഥനയും സൽക്കർമ്മമാണ്, റസൂലുള്ള പഠിപ്പിച്ചതാണ്. നിസ്കാരം 5 വഖത്ത് സൽക്കർമ്മമാണ്, റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഖുതുബിയ്യത്ത് സൽക്കർമ്മമല്ല, റസൂലുള്ള പഠിപ്പിച്ചതല്ല. മാല മൗലിദ് സൽക്കർമ്മമല്ല, റസൂലുള്ള പഠിപ്പിച്ചതല്ല. അത് പിൽക്കാലത്ത് വന്ന് ചേർന്നതാണ്. അതുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ചത് ചെയ്യുക, ആത്മാർത്ഥതയോടെ ചെയ്യുക, നിയ്യത്ത് ശരിയാക്കിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി ചെയ്യുക, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമെന്ന പ്രതിജ്ഞയോടെ ചെയ്യുക. അതാണ് സൽക്കർമ്മമെന്ന് പറഞ്ഞാൽ. ആ സൽക്കർമ്മങ്ങളിൽ ജീവിതത്തെ തളച്ചിടലാണ്. ആ സൽക്കർമ്മങ്ങളിൽ നാം നിർബന്ധമായും ചെയ്യേണ്ടവയുണ്ട്. അതാണ് ഫർളുകളെന്ന് പറയുന്നത്. സുന്നത്തായ നിലക്ക് ചെയ്യേണ്ടവയുണ്ട്. അതാണ് ഫർളിന് പുറമെയുള്ള ധാരാളം ഇബാദത്തുകൾ. ഫർളിനെക്കാളും ഈ ഉമ്മത്തിന് റബ്ബ് നൽകിയ നിഅമത്താണ്. ഫർളിനെക്കാളും സുന്നത്തിനെ പെരുപ്പിച്ചു എന്നത്. അല്ലാഹ് നമുക്ക് ഫർളുകളുടെ എണ്ണമാണ് വർദ്ധിപ്പിച്ചിരുന്നതെങ്കിൽ അത് ഈ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നു. അതുകൊണ്ട് ഫർളിൻ്റെ എണ്ണം അല്ലാഹ് വല്ലാതെ കുറച്ചിരിക്കുന്നു. കുറച്ചേ ഫർളുകളുള്ളൂ. പക്ഷേ ആ ഫർളെന്ന് പറയുമ്പോൾ അത് കേവലം നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മാത്രമല്ല. മറിച്ച് അല്ലാഹ് മനുഷ്യന്മാർക്ക് ഫർളുകളെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവനിൽ ശിർക്ക് ചെയ്യരുത്. ഇത് ഫർളാണ്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ ഫർളാണ്. ആ ഫർളിൽ നിന്ന് മുസ്ലിം മനുഷ്യന്മാർ വീഴ്ച വരുത്തുന്നു. ഇന്ന് വൃദ്ധസദനങ്ങൾ വർദ്ധിക്കുന്നു. മുസ്ലിം ഉമ്മത്തിൽ വൃദ്ധസദനങ്ങൾ തുലോം കുറവായിരുന്നു എന്നാണ് മുൻകാല റിപ്പോർട്ടെങ്കിൽ പുതിയ റിപ്പോർട്ടുകളിൽ പ്രത്യേകിച്ച് പ്രബോധകന്മാർക്കൊക്കെ ഇന്ന് പുതിയ നിർദ്ദേശങ്ങൾ ഉസ്താദുമാരിൽ നിന്ന് ലഭിക്കുന്നത് തന്നെ വൃദ്ധസദനങ്ങൾക്കെതിരെ നിങ്ങൾ വല്ലാതെ പ്രസംഗിച്ചു തുടങ്ങണം. കാരണം എന്താണെന്നോ, ഇന്ന് മുസ്ലിങ്ങൾക്കിടയിലും വൃദ്ധസദനത്തിൻ്റെ ആ സംസ്കാരം കടന്നു വന്നു തുടങ്ങിയിരിക്കുന്നു. ബാപ്പാനെ നോക്കാൻ നേരമില്ല, ഉമ്മനെ നോക്കാൻ നേരമില്ല. ഉമ്മയും ബാപ്പയും വീട്ടിലെ തറവാട്ടിലാണ്, അവരൊക്കെ ഗൾഫിലാണ് എന്ന സിസ്റ്റത്തിലേക്ക് ഇന്ന് മുസ്ലിം ഉമ്മത്തും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് 5 വഖത്ത് നിസ്കരിച്ചതുകൊണ്ട് ഫർള് വീടൂല. മാതാപിതാക്കളെ അനുസരിക്കൽ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ, അത് ഫർളാണ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ആരോഗ്യമുള്ളവരാവാം, ആരോഗ്യമില്ലാത്തവരാവാം. ഉമ്മ ജീവിച്ചിരിക്കുന്നവരുണ്ടാവാം, ഉപ്പ ജീവിച്ചിരിക്കുന്നവരുണ്ടാവാം, രണ്ടുപേരും ജീവിച്ചിരിക്കുന്നവരുണ്ടാവാം. ഉമ്മയും ഉപ്പയും ആരോഗ്യത്തിലുള്ളവരുണ്ടാവാം, അവർ അനാരോഗ്യത്തിലുള്ളവരുണ്ടാവാം. ഉമ്മയും ഉപ്പയും മരണപ്പെട്ടവരുണ്ടാവാം. ഏതവസ്ഥയിലും എൻ്റെ ഉമ്മനോടും ഉപ്പയോടും എനിക്ക് ബാധ്യതയുണ്ട്. അവർ മരണപ്പെട്ട സന്ദർഭമാണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ ബാധ്യതയാണ്. ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ അവർ പറയുന്ന ശറഇന് വിരുദ്ധമല്ലാത്തതനുസരിക്കൽ ബാധ്യതയാണ്. അവരുടെ താല്പര്യങ്ങളിലൂടെ സഞ്ചരിക്കൽ ബാധ്യതയാണ്. റബ്ബി ഫീ റിളൽ വാലിദൈനി വസുഖ്തുർ റബ്ബി ഫീ സുഖ്തിൽ വാലിദൈനി. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹിൻ്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹിൻ്റെ കോപം എന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമ്മൾക്ക് ഫർളായ കാര്യമാണ്. അത് സുന്നത്തല്ല. അതുകൊണ്ട് ഫർള് സംഗതി എണ്ണം കുറവാണ്. എണ്ണം കുറഞ്ഞതിൽ വെറും നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മാത്രമല്ല, മാതാപിതാക്കളെ പരിചരിക്കൽ ഫർളാണ്. അതുപോലെ വബിൽ വാലിദൈനി
ഇഹ്സാനാ വദിൽ ഖുർബാ, കുടുംബക്കാർക്ക് ഗുണം ചെയ്യൽ ഫർളാണ്. വൽ യതാമാ, തൻ്റെ കീഴിൽ ജീവിക്കുന്ന യതീമുകൾ ഉണ്ടെങ്കിൽ, ഏട്ടൻ മരിച്ചു, ഏട്ടൻ്റെ മക്കൾ ഇപ്പൻ്റെ കീഴിലാണെങ്കിൽ അവരുടെ സ്വത്ത് അകാരണമായി ഭുജിക്കാൻ പാടില്ല, അവരുടെ സ്വത്ത് അന്യായമായി നശിപ്പിക്കാൻ പാടില്ല, അന്യായമായി പിടിച്ചു വെക്കാൻ പാടില്ല, യതീമുകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. സാധുക്കളുണ്ടാവും, മിസ്കീനുകൾ ഉണ്ടാകും. മിസ്കീൻ എന്ന് പറയുമ്പോൾ പല നിലക്കുണ്ട്. നാട്ടുകാരുടെയൊക്കെ ഇടയിൽ അറിയപ്പെട്ട മിസ്കീൻ ഉണ്ടാവും, ഉള്ളു കുടങ്ങിയിട്ട് എന്നാൽ അഭിമാനബോധം കാരണം ഒരാളോടും തൻ്റെ പ്രയാസങ്ങൾ പറയാത്ത മിസ്കീൻ ഉണ്ടാകും. ആ മിസ്കീനിനെ കണ്ടറിഞ്ഞ്, അത് ചിലപ്പോൾ തൻ്റെ കുടുംബത്തിലാവാം, തൻ്റെ പെങ്ങളും അളിയനുമാവാം, തൻ്റേതായ കുടുംബത്തിലല്ലാതെ അയൽപ്പക്കത്താവാം, ഏതൊരിടത്താണെങ്കിലും അവൻ്റെ വിഷയം എനിക്കേ അറിയൂ എങ്കിൽ അവൻ്റെ വിഷയം പിന്നെ നാട്ടുകാരോട് പറഞ്ഞവൻ്റെ അഭിമാനം ചതപ്പെടുത്താതെ അവന് വേണ്ടത് ഞാൻ സ്വകാര്യത്തിൽ ചെയ്തു കൊടുക്കുക എന്ന ഒരു വാജിബ് എന്നിൽ നിക്ഷിപ്തമാണ്, എന്നിൽ അർപ്പിതമാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വാജിബുകളുണ്ട്. ആ വാജിബുകൾ നാം നിർവഹിക്കുന്നവരാവണം. അതാണ് വൽ മുവാലബതു അലൽ അമാലി സ്വാലിഹാ, സൽക്കർമ്മങ്ങളിൽ അവൻ ജീവിതത്തെ തളച്ചിടുക എന്ന് പറയുമ്പോൾ റമദാനിലൂടെ ഈ തഖ്വയങ്ങ് നേടിയെടുത്ത പിന്നെ ശവ്വാൽ മുതൽ അവൻ്റെ വിഷയത്തിൽ നാട്ടുകാർക്ക് പേടിയില്ല, നിയമപാലകർക്ക് പേടിയില്ല. അവൻ വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോൾ ഉമ്മക്കവൻ്റെ വിഷയത്തിൽ ആശങ്കയില്ല, ഉപ്പക്കവൻ്റെ വിഷയത്തിൽ ആശങ്കയില്ല. അവനൊരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ സഹപ്രവർത്തകർക്കോ സഹപാഠികൾക്കോ അവനെക്കുറിച്ച് ആശങ്കയില്ല. ഒരു നാട്ടിലവനൊരു ഭീഷണിയല്ല, നാട്ടിലവൻ തീവ്രവാദത്തിൻ്റെ ആളല്ല. കാരണം എന്താണ്? തഖ്വ നേടിയെടുത്തവനാണവൻ, ആ തഖ്വയിലൂടെ ജീവിതം കൊണ്ട് നടക്കുന്നവനാണവൻ. അതുകൊണ്ട് സഹജീവികളിൽ ഒരു നായ പോലും അവനെ കണ്ട് പ്രത്യേകം പേടിച്ചോടുന്നില്ല, ഒരു മൃഗം പോലും അവനെ കണ്ട് പ്രത്യേകം പേടിച്ചോടുന്നില്ല. എല്ലാത്തിനോടും വേണ്ട ഗുണം ചെയ്യൽ, നന്മ ചെയ്യൽ അവൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടതുണ്ട്. എന്ന് വെച്ച് നായനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായതിനെ തൊട്ടുരുമാന്ന് കണ്ട, അത് നമുക്ക് നജസാണ് എന്ന് വിചാരിച്ച് നായക്ക് വെള്ളം കൊടുക്കാതെയും ഇരിക്കണ്ട, അതിനനാവശ്യമായി പേടിപ്പിക്കുകയും വേണ്ട. അങ്ങനെ കേവലം മിണ്ടാ പ്രാണികളുടെ വിഷയത്തിൽ വരെ തഖ്വ കൈകൊണ്ട് അതിനോട് കാണിക്കേണ്ട നീതി കാണിച്ച്, അതിനോട് കാണിക്കേണ്ട പെരുമാറ്റത്തിലൂടെ മാത്രം അതിനോട് പെരുമാറിക്കൊണ്ടാണെങ്കിൽ പച്ചക്കരളുള്ള ഓരോ ജീവിയോടും കരുണ കാണിക്കണം എന്ന ഇസ്ലാമിൻ്റെ നിർദ്ദേശം അവൻ പാലിക്കുന്നു. എന്തുകൊണ്ട്? നോമ്പിലൂടെ, നിസ്കാരത്തിലൂടെ, ശുദ്ധമായ തൗഹീദിലൂടെ, സക്കാത്തിലൂടെയൊക്കെ അവൻ തഖ്വ നേടിയവനാണ്. സക്കാത്ത് എന്ന് പറയുമ്പോൾ അത് ഞാൻ പറയാതിരിക്കാൻ പറ്റൂല. സക്കാത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ വിലയിരുത്തണം. എൻ്റെ കയ്യിൽ അന്യൻ്റെ സ്വത്ത് സക്കാത്തായി കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ, അത് വർഷങ്ങളുടെ സക്കാത്തുണ്ടെങ്കിലും അത് ഖലാ വീട്ടണേ. നിസ്കാരം ഖലാ വീട്ടേണ്ട വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ, സക്കാത്ത് ഖലാ വീട്ടേണ്ട വിഷയത്തിൽ തർക്കമില്ല. 5, 6, 7, 8 കൊല്ലമൊക്കെ സക്കാത്ത് കൊടുക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഖലാ വീട്ടാതെ വെക്കാൻ പറ്റൂല. അതുകൊണ്ട് സക്കാത്തിനെ കുറിച്ചൊക്കെ അറിയുന്ന ഉസ്താദുമാരോട് ചോദിച്ചുകൊണ്ട് ഉറപ്പ് വരുത്തണം. അങ്ങനെ അന്യൻ്റെ ഹക്ക് തൻ്റെ കയ്യിലില്ല എന്ന് ഉറപ്പ് വരുത്തണം. കളവ് പറഞ്ഞ് വാങ്ങാൻ പാടില്ല, പലിശയിലൂടെ സമ്പാദിക്കാൻ പാടില്ല, ഹറാമ് ചെയ്യാൻ പാടില്ല, ഹറാമ് കാണാൻ പാടില്ല. അതിനൊക്കെയുള്ള ഒരു തീരുമാനമാണ് ഈ പരിശുദ്ധ റമദാൻ. അങ്ങനെ ഏറ്റവും സന്തോഷത്തോടെ, ഏറ്റവും ആനന്ദത്തോടെ ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ ഈമാനിൻ്റെ വാഹനത്തിൽ നമുക്കങ്ങ് സഞ്ചരിക്കാനായാൽ നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട ഏറ്റവും നല്ല തങ്കപ്പെട്ട മനുഷ്യനായി, മുഅ്മിനായി കൊണ്ട് നമുക്ക് മരണം വരെ ജീവിക്കാനാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ടും മറ്റുമൊക്കെ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ അല്ലാഹു ആ മുഅ്മിനീങ്ങളുടെ പ്രയാസം എന്താണെങ്കിലും ദൂരീകരിച്ചു നൽകി പൂർണ്ണ ഈമാനോടുകൂടി ജീവിച്ച് പൂർണ്ണ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് അവർക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സത്യവിശ്വാസികൾ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.